ഭാഗവതം എന്ന് ഈ ഗ്രന്ഥത്തിന് പേര് വരാൻ അനേകം കാരണങ്ങളാണ് ഗുരുനാഥന്മാർ വർണ്ണിക്കുന്നത്. ഭാഗവതാനാം ചരിതം ഭാഗവതം, ഭഗവതഃ ഇദം ഭാഗവതം, ഭഗവാനിൽ നിന്ന് ഉണ്ടായതുകൊണ്ട് ഭാഗവതം എന്ന് പേര്. ചതുശ്ലോകി രൂപത്തിൽ ഭഗവാനിൽ നിന്നുണ്ടായതുകൊണ്ടാണ് ഈ ഗ്രന്ഥത്തിന് ഭാഗവതം എന്ന് പേര്. ഇതിലില്ലേ ഇല്ല, മോണിറ്ററിലെ സ്ത്രീയുടെ ശബ്ദമില്ല. ഭഗവാനെ സംബന്ധിച്ച് ഭഗവാനെക്കുറിച്ച് പാടുന്നത് കൊണ്ട് ഒക്കെയാണ് ഈ ഗ്രന്ഥത്തിന് ഭാഗവതം എന്ന് പേര് പറയുന്നത്. അതല്ല പ്രത്യക്ഷ കൃഷ്ണയേവഹി, ഇതിലില്ല. ഭഗവത് സ്വരൂപം തന്നെയായി ഭക്തന്മാർ കണക്കാക്കുന്ന ഗ്രന്ഥമാണ് ശ്രീമദ് ഭാഗവതം. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവഹി. ആശ്രയിക്കുന്ന ഭക്തന്മാർക്ക് ഭാഗവതം ഒരു ഗ്രന്ഥമല്ല, ഭഗവത് സ്വരൂപം തന്നെ. അപ്പോൾ ഭഗവാനിൽ നിന്ന് ഉണ്ടായതുകൊണ്ട് ഭാഗവതം, ഭഗവാനെക്കുറിച്ച് പാടുന്നത് കൊണ്ട് ഭാഗവതം, ഭഗവാനായി തന്നെ ശോഭിക്കുന്നത് കൊണ്ട് ഭാഗവതം. ഇനി ഇതൊന്നുമല്ല, ഭാഗവതാനാം ചരിതം ഭാഗവതം. പരമഭക്തന്മാരായ ഭാഗവതന്മാരുടെ കഥയെ പാടുന്നത് കൊണ്ടാണ് ഈ ഗ്രന്ഥത്തിന് ഭാഗവതം എന്ന് പേര്. നമ്മളൊക്കെ ഭാഗവത സപ്താഹ യജ്ഞത്തിന് പോണത് ആരുടെ കഥ കേൾക്കാനാണ്? ഭഗവാന്റെ കഥ കേൾക്കാനാണ് പോണത്. പക്ഷേ ഭഗവാന്റെ കഥ വളരെ കുറച്ചേ ശരിക്കും ഭാഗവതത്തിൽ പറയണുള്ളൂ, അല്ലേ? ഭഗവാന്റെ കഥകൾ കുറവാണ് ഭാഗവതത്തിൽ. പിന്നെ ഭക്തന്മാരുടെ കഥയാണ് ഭാഗവതത്തിൽ അധികം പറയുന്നത്. ഇപ്പം സപ്താഹയജ്ഞത്തിൻ്റെ ഒരു നോട്ടീസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പോലും ഭഗവാന്റെ അവതാരം ഇടയിലിടയിലൊക്കെ കേൾക്കാം, പക്ഷേ ബാക്കിയൊക്കെ ഭക്തന്മാരുടെ കഥയാണ്. അല്ല, നിങ്ങൾ ഭഗവാന്റെ കഥ മാത്രം പറഞ്ഞാൽ മതി, ഭക്തന്റെ കഥ പറയാൻ പാടില്ല എന്ന് പറയുകയാണെങ്കിൽ ഭക്തന്റെ കഥ പറയാതെ ഭഗവാനെക്കുറിച്ച് നമുക്ക് എന്തു പറയാൻ പറ്റും, അല്ലേ? ഇന്ന് വൈകുന്നേരം നരസിംഹാവതാരം, പ്രഹ്ലാദനെ പറയാതെ നമുക്കൊരു നരസിംഹാവതാരം പറയാൻ പറ്റും? ഹനുമാൻ സ്വാമിയെ മാറ്റി നിർത്തിയിട്ട് നമുക്കൊരു രാമായണം പാടാൻ പറ്റൂ? ഗോപികമാരെ പറയാതെ നമുക്കൊരു കൃഷ്ണലീല പറയാൻ പറ്റൂ? അപ്പം ചുരുക്കി പറഞ്ഞാൽ ഭക്തന്മാരില്ലെങ്കിൽ ഭഗവാന് മഹിമയില്ല. അല്ലെങ്കിൽ ഭക്തന്മാരിൽ കൂടിയാണ് ഭഗവാന്റെ മഹിമ ഈ ലോകം മുഴുവൻ നിറയുന്നത്. ഭഗവാന് മഹത്വം ഉണ്ടാക്കുന്നത് ഭക്തന്മാരാണ്, അല്ലേ? ഗുരുവായൂരപ്പൻ എങ്ങനെ ഇത്ര പ്രശസ്തനായത് ആലോചിച്ച് നോക്കൂ. ഒരു വിസിറ്റിംഗ് കാർഡ് അച്ചടിച്ചിട്ടില്ല, ഒരു നോട്ടീസ് പ്രിൻ്റ് ചെയ്തിട്ടില്ല, അല്ലേ? എല്ലാ വീട്ടിലും രാവിലെ പേപ്പറിൻ്റെ ഒപ്പം ഒരു നോട്ടീസ്. ഞാനിങ്ങനെ ഗുരുവായൂർ താമസം തുടങ്ങുന്നുണ്ട്, ഗുരുവായൂർ എല്ലാവരും വന്ന് കാണണം എന്നൊക്കെ നോട്ടീസ് അച്ചടിച്ചിട്ടൊരു പബ്ലിസിറ്റി ചെയ്തുവോ? ഇല്ല. പിന്നെ എങ്ങനെയാണ് ഗുരുവായൂരപ്പൻ എത്ര പ്രശസ്തനായത് എന്നാണെങ്കിൽ ഭക്തന്മാരിൽ കൂടിയാണ്, അല്ലേ? ഗുരുവായൂരപ്പനെ ആശ്രയിക്കൂ, ഗുരുവായൂരപ്പ ശരണം, ഗുരുവായൂരപ്പനാണ് സത്യം എന്നൊക്കെ തിരുനാമ ആചാര്യന്മാരെ പോലെ ഭാഗവത ഹംസങ്ങളെ പോലെയുള്ള അനേകം ഗുരുനാഥന്മാർ ഗുരുവായൂരപ്പ 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 എന്ന് വിളിച്ചു 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 ഗുരുവായൂരപ്പന് മഹാത്മ്യം ഉണ്ടായി. അപ്പം ഭഗവാന്റെ മഹിമ അത് ഭക്തന്മാരിൽ കൂടിയാണ് ഈ ലോകത്തിൽ നിറയുന്നത്. ഭക്തന്റെ മഹിമയോ ഭഗവാനിൽ കൂടിയും. ഭക്താനാം മാനവർദ്ധന എന്നൊരു വാക്ക് ഭാഗവതത്തിലുണ്ട്. ഭക്തന്മാരുടെ മഹാത്മ്യത്തെ ഉയർത്തുന്നവനാണ് ഭഗവാൻ, അല്ലേ? ഇപ്പോൾ ഒരു വിഷ്ണു ക്ഷേത്രത്തിൽ പോയാൽ അവിടെ ഗരുഡൻ എവിടെ ഉണ്ടാവുക? ഗരുഡൻ എവിടെ ഉണ്ടാവുക?
കൊടിമരത്തിൻ്റെ മുകളിലുണ്ടാവുക. തന്നേക്കാൾ ഉയരത്തിൽ ഭഗവാൻ തൻ്റെ ഭക്തനെ ഉയർത്തി വയ്ക്കണത് കാണാം. ശിവക്ഷേത്രത്തിൽ പോയാൽ നന്ദീശ്വരനാണ് കൊടിമരത്തിൻ്റെ മുകളിലുണ്ടാവുക. അപ്പോൾ തൻ്റെ ഭക്തനെ, തന്നെ വഹിക്കുന്ന വാഹനം എന്ന് വെച്ചാൽ തന്നെ വഹിച്ചു നടക്കുന്ന ഭക്തനെ തന്നേക്കാൾ ഉയരത്തിലെത്തിക്കാനുള്ള കാരുണ്യം ഭഗവാനുണ്ട്. അതാണ് സഹസ്രനാമത്തിൽ അമാനീ മാനദോ മാന്യഃ അല്ലേ. ലോകം മാനിക്കാത്തവനെ പോലും ഭഗവാൻ മാനിക്കാൻ തുടങ്ങുമ്പോൾ അവൻ മാന്യനായിത്തീരുന്നതാണ്. അപ്പം അത്രയ്ക്ക് മാഹാത്മ്യം ഭക്തന്മാരിലോട് ഭഗവാൻ ഉണ്ടാവുമ്പോൾ ഭക്തന്മാരുടെ കഥ പാടുന്ന ഗ്രന്ഥം കൂടിയാണ് ഭാഗവതം. അപ്പോൾ ഭാഗവതം ഭക്തന്മാരുടെ കഥ പറയുന്ന ഗ്രന്ഥമാണെങ്കിൽ ഭാഗവതത്തിൽ ഭക്തന്മാരുടെ കഥ മാത്രമേ ഉള്ളൂ. അത്തരത്തിൽ ഭാഗവതന്മാരുടെ കഥ പറയുന്ന ഭാഗവതത്തിൽ മഹാഭാഗവതൻ എന്ന് ഒരു കഥ തുടങ്ങുന്നത് ഭരതൻ്റെ ചരിതമാണ്. ഭരതസ്തു മഹാഭാഗവതഃ, പരമഭക്തനായിരുന്നു ഭരതൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭരതൻ്റെ കഥ തുടങ്ങുന്നത്. പരമഭക്തനാണ് ഭരതൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മളൊരു ചോദ്യം ചോദിക്കും, എപ്പോ എന്ന് അല്ലേ. പരമഭക്തനാണ് ഭരതൻ എന്ന് പറയുമ്പോൾ എപ്പോ എന്ന് ചോദിക്കും. എന്തിനാ എപ്പോ എന്ന് ചോദിക്കുന്നത്? നമുക്കങ്ങനെ എപ്പോഴും ഭക്തി ഉണ്ടാവാറില്ല. നമുക്കെപ്പോഴാ ഭക്തി വരിക? നമുക്കെപ്പോഴാ ഭക്തി വരിക? നമുക്ക് ചില ദിവസം വരണം, ചില സീസൺ വരണം, ചില സമയം വരണം, ചില മാസം വരണം. അപ്പോഴാണ് നമുക്ക് ഭക്തി കൂടുക അല്ലേ. ഇന്നെന്താ അമ്പലത്തിൽ പിറന്നാളായതുകൊണ്ടാണ്, ഇന്നെന്താ അമ്പലത്തിൽ വെഡ്ഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ടാണ്, ഇന്നെന്താ അമ്പലത്തിൽ വേറെ ഒരു പണിയില്ലാത്തതുകൊണ്ടാണ്, ഇന്നെന്താ അമ്പലത്തിൽ ഹർത്താലായതുകൊണ്ടാണ്. അപ്പം ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഭഗവാനെ കാണാൻ പോണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാരണം കിട്ടണം. പിന്നെ നമുക്ക് ചില ദേവന്മാരോട് ചില സീസണിൽ ഭക്തി കൂടും അല്ലേ. ശ്രീരാമനോട് നമുക്ക് എപ്പോഴാണ് ഭക്തി വരിക? ഇപ്പം രാമായണം ഇവിടെ ഉണ്ട് എന്ന് തന്നെ നമ്മൾ ആലോചിക്കണില്ല. രാമായണനി തപ്പുക എപ്പോഴാച്ചാൽ നാളെ കർക്കിടക 1-ാം തീയതി ആണെങ്കിൽ തലേ ദിവസമാണ് നമ്മൾ തെരഞ്ഞു നോക്കുക. അപ്പോൾ ശ്രീരാമനോട് നമുക്ക് കർക്കിടകത്തിൽ സ്നേഹം, കൃഷ്ണനോട് നമുക്ക് ചിങ്ങമാസത്തിൽ സ്നേഹം, ശിവനോട് സ്നേഹം കൂടുന്ന ഒരു ദിവസം ഉണ്ടല്ലോ, ശിവൻ്റെ സ്റ്റാറ്റസൊക്കെ ഇടുന്ന ഒരു ദിവസമില്ലേ, ശിവരാത്രി. ദേവിയോട് സ്നേഹം കൂടുന്നത് നവരാത്രി ഏ. പിന്നെ വലിയൊരു ഭക്തിയുടെ സീസൺ ഉണ്ട് നമുക്ക് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു സമയത്ത് വന്ന് ഒരു സമയത്ത് നിന്ന് ഒരു സമയം കഴിഞ്ഞാൽ പോണ ഒരു ഭക്തി. ഇപ്പം സപ്താഹയജ്ഞത്തിന് ഭക്തി കൂടുന്ന സമയം എപ്പോഴാണ്? സപ്താഹത്തിന് ഭക്തി കൂടുന്ന സമയം ആ അമ്മ പറഞ്ഞത് കൃത്യ 12 മണി കഴിയുമ്പോഴാണ് സപ്താഹത്തിന് ഭക്തി കൂടുക. അപ്പോൾ കസേരൊക്കെ ഫുള്ളാവും. ഉച്ച കഴിഞ്ഞാൽ ഭക്തി കുറയും, അപ്പോൾ കസേര മാത്രം ബാക്കിയാവും അല്ലേ. അപ്പോൾ പറഞ്ഞു വരുന്നത് ഒരു സമയത്ത് ഭക്തി വരിക, ഒരു സമയം കഴിഞ്ഞാൽ ഭക്തി പോവുക. അതിനെ നല്ല ഭക്തിയായിട്ട് ഭാഗവതം പറയണില്ല. പിന്നെന്താ നല്ല ഭക്തി എന്ന് പറഞ്ഞാൽ? സുഖത്തിലും ദുഃഖത്തിലും മാറ്റമില്ലാതെ ഭഗവാനെ സേവിക്കണമെങ്കിൽ അതിനെയാണ് നല്ല ഭക്തി എന്ന് പറയുക. അതായത് ഭക്തിക്ക് രണ്ട് ഭാവങ്ങൾ ഉണ്ടാവണം. അഹൈതുക്യപ്രതിഹത യാ ഭക്തി പുരുഷോത്തമേ. അഹൈതുകി ഭക്തി, അപ്രതിഹത ഭക്തി. ഇത് രണ്ടും നമ്മുടെ ഭക്തിക്കുണ്ടെങ്കിൽ നമ്മുടെ ഭക്തി നല്ല ഭക്തിയാണ്. ഒന്ന് അഹൈതുകി എന്ന് പറഞ്ഞാൽ ഒരു ഹേതുവുമില്ലാതെ, ഒരു കാരണവുമില്ലാത്ത ഭക്തി. വൃന്ദാവനത്തിലെ ഗോപികമാരോട് ചോദിക്കുക, നിങ്ങൾക്ക് കൃഷ്ണനെ ഇഷ്ടമാണോ? അവർ പറയും, ഞങ്ങൾക്ക് കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ജീവന. കൃഷ്ണൻ നിങ്ങളുടെ വെണ്ണയും പാലും ഒക്കെ കട്ടില്ലേ? കട്ടു. നിങ്ങളെ കുറെ വിഷമിപ്പിച്ചില്ലേ? വിഷമിപ്പിച്ചു.
ഇനി പറയൂ ഗോപികമാരെ, കൃഷ്ണനെ നിങ്ങൾക്കിഷ്ടാണോ? ഇഷ്ടാണ്. അക്രൂരം വന്ന് വിളിച്ചപ്പോൾ നിങ്ങളുടെ കരച്ചിൽ കേട്ടിട്ടും കൃഷ്ണൻ പോയില്ലേ? മധുരയിലേക്ക് പോയില്ലേ? ഇപ്പോൾ മധുരയിൽ പോയിട്ട് അവിടെ നല്ല സുഖിച്ച് കഴിയാം മൂപ്പര് കൊട്ടാരത്തിൽ. ഇപ്പോൾ നിങ്ങളുടെ അടുത്തേക്കൊന്നും വരണില്ലല്ലോ. നിങ്ങൾ വിട്ടുപോയില്ലേ? വിട്ടുപോയി. സങ്കടമില്ലേ? സങ്കടമുണ്ട്. ഇനി പറയൂ ഗോപികമാരെ, കൃഷ്ണനെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഇഷ്ടമാണ്. കൃഷ്ണൻ്റെ കല്യാണം കഴിഞ്ഞു. നിങ്ങൾ ഒരെണ്ണത്തിനെ കഴിച്ചിട്ടില്ലല്ലോ. 16,000-ത്തിലധികം കല്യാണം കൃഷ്ണൻ കഴിച്ചു. നിങ്ങൾക്ക് സങ്കടമില്ലേ? സങ്കടമുണ്ട്. കൃഷ്ണൻ നിങ്ങളെ വിഷമിപ്പിച്ചില്ലേ? വിഷമിപ്പിച്ചു. ഇനി പറയൂ ഗോപികമാരെ, കൃഷ്ണനെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ഇത്രയൊക്കെ ചെയ്തിട്ടും കൃഷ്ണനെ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. എന്താ കാരണം? കൃഷ്ണനെ ഇഷ്ടപ്പെടാൻ എന്താ കാരണം എന്ന് ചോദിച്ചാൽ ഗോപികമാർക്ക് ഒറ്റ ഉത്തരേ ഉള്ളൂ. എന്താ കാരണം എന്നറിയോ? എന്താ കാരണം? കൃഷ്ണനെ ഞങ്ങൾക്കിഷ്ടമാണ്, അതുകൊണ്ട് കൃഷ്ണനെ ഞങ്ങൾക്കിഷ്ടമാണ്. വേറൊരു കാരണവും പറയാനില്ലാത്ത ഭക്തി. ക്ലാസ്സിൽ വൈകി വന്ന കുട്ടിയോട് മാഷു ചോദിച്ചു, എന്താടാ വൈകിയത്? അപ്പം ഇവനൊരു താളത്തിൽ പറഞ്ഞു, വൈകിപ്പോയതുകൊണ്ടാ മാഷേ വൈകിപ്പോയതെന്ന്. മാഷു പറഞ്ഞു, കയറിക്കോളൂ. അപ്പോൾ പറഞ്ഞു വരുന്നത് കാരണം പറയാനില്ലാത്ത ഭക്തി. എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചു, എൻ്റെ കർമ്മഫലമായി ഞാൻ എന്തൊക്കെ അനുഭവിച്ചു, അതൊന്നും ഭഗവാനോടുള്ള ഭക്തിയെ ബാധിക്കണില്ലെങ്കിൽ അത് നല്ല ഭക്തിയാണ്. പിന്നെ അപ്രതിഹത, ഒന്ന് അഹൈതുകി, മറ്റൊന്ന് അപ്രതിഹത. അതായത് ഭഗവാനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒന്നും പ്രതീക്ഷിക്കാതെ ഭഗവാനെ സ്നേഹിക്കുക. ഭഗവാനിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും നമുക്ക് തരും ഭഗവാൻ, വേണ്ടത് ഭഗവാൻ തരും. പക്ഷേ അത് പ്രതീക്ഷിച്ചു പോവാണെങ്കിൽ ആ ഭക്തി കച്ചവടം പോലെ ആവുന്ന കച്ചവടക്കാർക്ക് നമ്മളോട് എന്തൊരു സ്നേഹ ശരിക്കും. ജ്വല്ലറിയിലൊക്കെ പോയാൽ ചായ കൊണ്ടുതരും, കൂൾ ഡ്രിങ്ക്സ് കൊണ്ടുതരും, സാറേ സാറേ എന്ന് വിളിക്കും. നമ്മുടെ കുട്ടിക്ക് അവർ ബലൂണ് കൊടുക്കും. നമുക്ക് തോന്നും എന്തൊരു സ്നേഹ ഇവർക്ക്, എൻ്റെ വീട്ടുകാർ പോലും എന്നെ ഇതുവരെ ഇങ്ങനെ സ്നേഹിച്ചിട്ടില്ല എന്ന് വിചാരിച്ച് ഒരു ദിവസം വെറുതെ പോയി ചായ കുടിക്കാൻ പോയാൽ ചായ തരുമോ? അവര് ഒരു ഗ്ലാസ് ചായ നമുക്ക് തരുന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് ഒരു 1.5 കിലോ ചായപ്പൊടിയുടെ പൈസ അപ്പുറത്ത് വാങ്ങും, ഉറപ്പാ. അപ്പോൾ ഭഗവാനോടുള്ള ഭക്തി അഹൈതുകിയാവണം, അപ്രതിഹത, യാതൊന്നും പ്രതീക്ഷിക്കാത്തതാവണം. അത്തരത്തിലുള്ള ഭക്തന്മാരാണ് ഭാഗവതത്തിൽ. ഒരു കഥ പറയും. ഈ ആൾക്കാരൊക്കെ കൃഷ്ണൻ്റെ ഒപ്പം കൂട്ടുകാരനായി നടക്കുന്ന അർജുനനെ കണ്ടപ്പോൾ പറയാൻ തുടങ്ങി, എന്തൊരു ഭാഗ്യ അർജുനന്, കൃഷ്ണൻ ഇങ്ങനെ ഒപ്പം കൊണ്ടു നടക്കാൻ പറ്റിയില്ല, എന്തൊരു ഭാഗ്യ അർജുനന്. ആൾക്കാരൊക്കെ തന്നെ ഇങ്ങനെ കേമൻ കേമൻ എന്ന് പറയുമ്പോഴോ അർജുനന് പതുക്കെ തലക്കനം തുടങ്ങി. കുറച്ച് ആൾക്കാർ കൂടുതലുള്ള സ്ഥലത്തെത്തുമ്പോൾ ചിലപ്പോൾ അർജുനൻ കൃഷ്ണൻ്റെ തോളിലൊക്കെ കൈയിടാൻ തുടങ്ങി. അപ്പം ഭഗവാന് മനസ്സിലായി, ഇവൻ അഹങ്കാരം വരുന്നുണ്ട്. ഒരു ദിവസം അർജുനൻ കൃഷ്ണനോട് അങ്ങോട്ട് പറഞ്ഞു, കൃഷ്ണ, എന്നെപ്പോലൊരു ഭക്തൻ അങ്ങയ്ക്ക് വേറെ ഉണ്ടാവില്ല. അല്ല, എന്നെപ്പോലൊരു ഭക്തനെ കിട്ടിയത് അങ്ങയുടെ ഭാഗ്യമാണ് എന്ന് കൂട്ടിക്കോളൂ. ഇത് കേട്ടപ്പോൾ ഭഗവാന് തോന്നി ഇവൻ്റെ അഹങ്കാരം ഒന്ന് കുറയ്ക്കണം. അർജുനനോട് പറഞ്ഞു, അർജുന, നീ എൻ്റെ ഭക്തൻ തന്നെയാണ്, സംശയമില്ല. പക്ഷേ എൻ്റെ നമ്പർ 1 ഡിവോട്ടി, എൻ്റെ നല്ല ഭക്തൻ വേറൊരാളാണ്. അതാരാള്? ഞാൻ പരിചയപ്പെടുത്താം എന്ന് പറഞ്ഞ് ഭഗവാൻ അർജുനനെയും കൂട്ടി ഒരു നദിയുടെ തീരത്തെത്തി. ആ നദിയുടെ തീരത്ത് ഒരു ചെറിയ കുടില്. ആ കുടിലിൻ്റെ മുറ്റത്ത് ഒരു പടുവൃദ്ധൻ ഒരൊറ്റ തോർത്തുമുണ്ട് മാത്രം എടുത്ത് പുല്ലിൻ്റെ ഇടയിൽ എന്തോ തിരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അർജുനനോട് ദൂരത്തുനിന്ന് കൃഷ്ണൻ പറഞ്ഞു, ഇതാ അയാളാണ് എൻ്റെ 1-ാം നമ്പർ ഭക്തൻ, വേണമെങ്കിൽ പോയി പരിചയപ്പെട്ടോളൂ. കൃഷ്ണൻ വരുന്നില്ലേ? ഏയ്, ഞാൻ വരുന്നില്ല, ഞാൻ ഇപ്പുറത്ത് കാറ്റ് കൊള്ളാനിരിക്കാം. ഭഗവാൻ മാറിയിരുന്നു. അർജുനൻ നേരെ പോയി
അടുത്തെത്തിയപ്പോൾ ഒരു കാഴ്ച കണ്ടു. എന്താ വെച്ചാൽ ഇയാൾ പുല്ലിൻ്റെ ഇടയിലൊന്നും തിരയൊന്നുമല്ല ചെയ്യണത്. പിന്നെ എന്താ ചെയ്യുന്നത്? ഇയാള് ഈ പുല്ലിനിടയിൽ ഉണങ്ങിയ പുല്ല് പൊട്ടിച്ച് തിന്നുക. എന്നുവെച്ചാൽ അത്ര പോലും ഒരു ഉപദ്രവം ഒരു ജീവനും വരുത്തണ്ട വെച്ചിട്ട്. അത്രയ്ക്ക് സാത്വികൻ. ഉണങ്ങിയ പുല്ല് മാത്രം പൊട്ടിച്ച് കഴിക്കുക. അപ്പോഴാണ് അർജുനൻ വേറൊരു കാഴ്ച ശ്രദ്ധിച്ചത്. ഈ ഉണങ്ങിയ പുല്ല് മാത്രം കഴിക്കണ ഇയാളുടെ ഒരു കയ്യില് വെട്ടിത്തിളങ്ങുന്ന ഒരു കത്തി. ഒരു ഉപദ്രവവും ഒരാൾക്ക് ചെയ്യണ്ടെന്ന് വിചാരിക്കണൊക്കെ കത്തിയുടെ ആവശ്യമുണ്ടോ? അർജുനന് സംശയമായി. അർജുനൻ അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങ് ആള് പരമസാത്വികനാണ് എന്ന് അങ്ങയുടെ ഈ പ്രവൃത്തി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. പക്ഷേ അങ്ങക്ക് എന്തിനാ ഈ ഒരു കത്തി? ചോദിച്ചപ്പോൾ അയാൾ എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, അത് ഒരു 2-3 ആൾക്കാരെ എപ്പോഴെങ്കിലും മുമ്പിൽ കിട്ടുമല്ലോ, അപ്പോൾ ഞാൻ കൊല്ലും. ഇത് കേട്ടപ്പോൾ അർജുനൻ അത്ഭുതമായി. ഈ തീവ്രവാദിയാണോ കൃഷ്ണന്റെ നമ്പർ 1 ഡിവോട്ടി? ചോദിച്ചു, ആരൊക്കെയാ 3 ആൾക്കാർ? അപ്പം പറഞ്ഞു, ഒന്ന് പ്രഹ്ലാദൻ. പ്രഹ്ലാദനോ? ആ, പ്രഹ്ലാദൻ പരമഭക്തനല്ലേ? ഭക്തനൊക്കെ തന്നെയാ, പക്ഷെ കിട്ടിയാൽ ഞാൻ കൊല്ലും. പ്രഹ്ലാദൻ എന്ത് തെറ്റ് ചെയ്തു? ചെയ്തിട്ടില്ലേ? ഹിരണ്യകശിപു രാത്രി പാടില്ല, പകല് പാടില്ല, അകത്ത് പാടില്ല, പുറത്ത് പാടില്ല, ആകാശത്ത് പാടില്ല, ഭൂമി, ഇങ്ങനെ 100 വരം വാങ്ങിയ ഹിരണ്യകശിപു ഈ തൂണിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് എന്നും പറഞ്ഞു. പാവം എൻ്റെ ഭഗവാൻ ആ തൂണിൻ്റെ ഉള്ളിലേക്ക് ഇത്രയും വരങ്ങൾ മറികടന്ന് ഇങ്ങനൊരു രൂപെടുത്തു വരാൻ എത്ര വിഷമിച്ചിട്ടുണ്ടാവും. പ്രഹ്ലാദനുണ്ട് എന്ന് പറയുമ്പോഴേക്കും പ്രഹ്ലാദനെ രക്ഷിക്കാൻ എൻ്റെ ഭഗവാൻ ഇത്രയും വരങ്ങൾ മറികടന്നൊരു രൂപെടുക്കാൻ വിഷമിച്ചിട്ടുണ്ടാവില്ലേ? അതുകൊണ്ട് ഭഗവാനെ വിഷമിപ്പിച്ചു പ്രഹ്ലാദൻ. ശരി, രണ്ടാമത്തതാരാ? രണ്ടാമത്തതൊരു പെണ്ണുങ്ങളെ കൊല്ലാൻ പാടില്ല എന്നൊക്കെയാണ്, പക്ഷെ ഇവളെ കിട്ടിയാൽ ഞാൻ കൊല്ലും. അർജുനൻ ചോദിച്ചു, അതാരാ? അത് ആ 5 എണ്ണത്തിൻ്റെ കയ്യും പിടിച്ച് പോണ ഒരുത്തിയുണ്ടല്ലോ, പാഞ്ചാലി എന്ന് പറഞ്ഞിട്ട്. കിട്ടിയാൽ ഞാൻ കൊല്ലും. അർജുനൻ അത്ഭുതമായി. പാഞ്ചാലി എന്ത് തെറ്റാ ചെയ്തത്? ചെയ്തിട്ടില്ലേ? മീശയുള്ള 5 ആണുങ്ങൾ ഭർത്താക്കന്മാരായിട്ടുണ്ട്. പക്ഷേ ആപത്ത് വന്ന അപ്പി ഇവള് നിലവിളിക്കാൻ തുടങ്ങും. എന്ത്? കൃഷ്ണാന്നും വിളിച്ചിട്ട്. എന്തിനാ? എൻ്റെ ഭഗവാൻ ഇപ്പോൾ ദ്വാരകയിൽ സ്വൈരക്കേട് ഇവളൊറ്റൊരുത്തി കാരണം. ഭർത്താക്കന്മാർ 5 ഉണ്ടെങ്കിലും കൃഷ്ണ കൃഷ്ണ എന്ന് വിളിച്ച് എൻ്റെ കൃഷ്ണനെ വിഷമിപ്പിക്കണു ഇപ്പോൾ. അതുകൊണ്ട് അവളെ കിട്ടിയ ഞാൻ കൊല്ലും. മൂന്നാമത്തതാരാ? അപ്പോൾ ബ്രാഹ്മണൻ ആ ഭക്തൻ പറഞ്ഞു, മൂന്നാമത്തവനാണ് ഇതിലേറ്റവും വലിയ മഹാപാപി, ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. എന്താ അയാളുടെ പേര്? അർജുനൻ എന്നാണ് പേര്. ഇത് കേട്ടപ്പോൾ തന്നെ അർജുനൻ്റെ പകുതി ജീവൻ പോയി. എന്തോ ഭാഗ്യം ആദ്യം തന്നെ മൈ നെയിം ഈസ് എന്ന് തുടങ്ങാഞ്ഞത്. അല്ല, അർജുനൻ എന്നിട്ട് ചെയ്തിട്ടില്ലേ? സർവേശ്വരനായ പ്രപഞ്ചത്തിന് മുഴുവൻ നാഥനായ എൻ്റെ ഭഗവാനെ അവനിപ്പോൾ ഒരു തേരാളിയായിട്ട് കൊണ്ടു നടക്കുക. ഭഗവാൻ ആയിക്കോട്ടെ, ഭക്തനല്ലേ എന്ന് വിചാരിച്ച് തേര് തെളിക്കും എന്ന് വിചാരിച്ച് ഭഗവാനെ കൊണ്ട് തേരെടുപ്പിക്കാൻ പാടുണ്ടോ? അവൻ്റെ അഹങ്കാരം കേൾക്കണോ? സേനയോരുഭയോർ മധ്യേ രഥം സ്ഥാപയമേ അച്യുത. ഡ്രൈവറെ വിളിക്കുക, അച്യുത വണ്ടി എടുക്കൂ. എന്തൊരഹങ്കാര! എൻ്റെ ഭഗവാനെ അവനൊരു തേരാളിയാക്കി. വേഗം അർജുനൻ ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു വന്നു. ഭഗവാൻ ചിരിച്ചോണ്ട് ചോദിച്ചു, പരിചയപ്പെട്ടോ? പരിചയപ്പെട്ടു. അപ്പോൾ ദുഃഖം വരുമ്പോൾ മാത്രം ഭഗവാനെ വിളിക്കുന്ന ഭക്തിക്ക് വേണമെങ്കിൽ ഇങ്ങനൊരു ന്യൂനത കൂടിയുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. നമ്മളിപ്പോൾ ഒരു തീയിൽ, അല്ലെങ്കിൽ നമ്മുടെ അടുത്തൊരു പാമ്പുണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു തീയിൽ പെട്ടു. നമ്മൾ നമ്മുടെ കുട്ടിയെ വിളിക്കുമോ? മോനെ, ഞാനിതാ അച്ഛനിതാ തീയിൽപ്പെട്ടു, നീയും വന്നോളൂ, നീയും വന്നോളൂ വിളിക്കുമോ? കുട്ടി അടുത്തുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? ഇങ്ങോട്ട് വരണ്ട, ഇങ്ങോട്ട് വരണ്ട എന്നാ പറയുക. അപ്പം കൃഷ്ണ എന്ന് വിളിക്കണതോ?
ഞാനോ പെട്ടു, കൃഷ്ണനും കൂടി വരട്ടെ അല്ലേ? അപ്പോൾ നമ്മൾ രക്ഷിക്കുന്ന ഉള്ള ഭാവത്തിലാണ്. എന്നാലും പറയുമ്പോൾ ദുഃഖത്തിലേക്ക് ഭഗവാനെ വിളിക്കുന്ന ആ ഒരു ഭക്തിക്ക് ഇങ്ങനൊരു ന്യൂനതയുണ്ട്. അപ്പം യഥാർത്ഥത്തിലുള്ള ഭക്തി എന്ന് പറഞ്ഞാൽ സുഖവും ദുഃഖവും ബാധിക്കാതെ ഭഗവാനിലേക്ക്, അതാണ് ഏകാദശ സ്കന്ധത്തിൽ ഉദ്ധവനൊക്കെ പറയുന്നത്, രതിസ്യാത് അനപായിനി അല്ലേ? അനപായിനിയായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഭക്തി, അതൊരു തടസ്സമില്ല. അപ്പം അത്തരത്തിലുള്ളൊരു ഭക്തിയിലേക്ക് നമ്മളെ എത്തിക്കലാണ് ഈ കഥകളുടെ എല്ലാം ലക്ഷ്യം. അത്തരത്തിൽ ഒരു പരമഭക്തനായിരുന്നു അജനാഭം എന്ന് പേരുണ്ടായിരുന്ന നമ്മുടെ ഈ ഭൂമിയെ ഭരിച്ച ഭരതൻ, ഋഷഭദേവന്റെ മൂത്ത മകനായ ഭരതൻ. എത്രയോ കാലം ഈ ഭൂമിയെ ഭരതൻ ഭരിച്ചതുകൊണ്ടാണ് ഈ ഭൂമിക്ക് ഭാരതം എന്ന പുണ്യനാമം കൈവന്നത്. ഒരു പ്രായം കഴിഞ്ഞപ്പോൾ ഭരതന് തോന്നി, ഇനി രാജ്യഭരണമൊന്നും ചെയ്താൽ ശരിയാവില്ല അല്ലേ? കാരണം എന്താ വെച്ചാൽ ഒരു പ്രായം കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരം തന്നെ നിയന്ത്രിക്കാൻ പറ്റാണ്ടാവും അല്ലേ? അധികവും ഈ പ്രായമായിട്ടുള്ള അച്ഛനമ്മമാര് പറയണ ഒരു പരാതി എന്താ വെച്ചാൽ, മക്കള് പറഞ്ഞാൽ അനുസരിക്കണില്ല, മക്കള് പറഞ്ഞാൽ കേൾക്കുന്നില്ല. എന്നാൽ ശരിക്കും കുറേ പ്രായമാകുമ്പോൾ ആരാ പറഞ്ഞാൽ കേൾക്കാണ്ടാവുക? മക്കളാണോ നമ്മുടെ ശരീരമാണോ? കുറേ പ്രായമാകുമ്പോൾ നമ്മൾ പറയുന്നത് നമ്മുടെ ശരീരം കേൾക്കുമോ? ഇപ്പം തന്നെ ഇരിക്കുമ്പോൾ എണീക്കണം തോന്നും, എണീക്കുമ്പോൾ ഇരിക്കാൻ തോന്നും. ശരീരത്തോട് നമ്മൾ പറയുന്നുണ്ട് എന്ത്? അടങ്ങിയിരിക്കുക, അടങ്ങിയിരിക്കുക. ശരീരം പറയോ? ശരീരം പറയൂ എനിക്കിരിക്കാൻ പറ്റണില്ല. ഇരുന്ന സ്ഥലത്തുനിന്ന് എണീക്കാൻ മനസ്സിൽ ആഗ്രഹമുണ്ട്, വേഗം എണീക്കണമെന്ന്. പക്ഷെ ശരീരം പറയും എനിക്ക് മുട്ടുകുത്തി കാലുകുത്തി തൂണ് പിടിച്ച് അരമണിക്കൂർ വേണം. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ അല്ലേ, പ്രായമായിട്ടുള്ള മുത്തശ്ശിമാരൊക്കെ കാണുന്നില്ലേ ഇങ്ങനെ വളഞ്ഞിട്ട് നടക്കുന്നത്? നമുക്ക് തോന്നും ഇവരെന്തിനാ ഇങ്ങനെ നേരെ നടന്നൂടെ ഇവർക്ക് അല്ലേ? അപ്പോൾ അവർക്ക് നേരെ നടക്കണം തന്നെ ആഗ്രഹം. പക്ഷെ എന്ത് ചെയ്യും? കാലിങ്ങോട്ട് വെച്ചാൽ കാലിങ്ങോട്ടാ പോവുക. ശങ്കരാചാര്യർ പറയണത് പോലെ അംഗം ഗളിതം കുറേ വയസ്സാകുമ്പോൾ ഇവിടെയുള്ള നട്ടും ബോൾട്ടും ഒക്കെ ലൂസായി ഇത് തനിയെ ഇങ്ങനെ ആടാൻ തുടങ്ങും. വേണമെന്ന് വെച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ ശരീരം തന്നെ നമ്മൾ പറഞ്ഞ അനുസരിക്കില്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ശരീരമാണോ നമ്മുടെ മക്കളെയാണോ നമ്മൾ എത്രയും അധികകാലം സ്നേഹിച്ചത്? നമ്മുടെ ശരീരത്തെയാണോ നമ്മുടെ മക്കളെയാണോ കൂടുതൽ നമ്മൾ സ്നേഹിച്ചത്? അതും സംശയമുണ്ടോ? നമ്മുടെ ശരീരത്തെ തന്നെയാണ് അല്ലേ? മക്കളെയൊക്കെ നമ്മളൊരു 10-20 വയസ്സൊക്കെ ആകുമ്പല്ലേ കാണുന്നത് അല്ലേ? 10-20 വയസ്സൊക്കെ ആയപ്പോൾ ആ മക്കളോടുള്ള സ്നേഹം. അതിനും മുമ്പ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ആരെ സ്നേഹിക്കാൻ? ഈ ശരീരത്തെ സ്നേഹിക്കാൻ. ആലോചിച്ച് നോക്കൂ, ഇതുവരെ ഈ ശരീരത്തിന് വേണ്ടി നമ്മൾ എത്ര ചെലവാക്കിയിട്ടുണ്ടാവും? എത്ര സന്തൂറിൻ്റെ സോപ്പ് ഉരച്ച് കളഞ്ഞു, എത്ര കുട്ടിക്കൂറയുടെ പൗഡർ പൂശിക്കളഞ്ഞു, എത്ര ജോഡി ഡ്രസ്സ് വാങ്ങിക്കൊടുത്തു, എത്ര തരം മാല ചാർത്തി കൊടുത്തു, എത്ര തരം ഭക്ഷണം കൊടുത്തു. എന്നിട്ട് ഈ ശരീരം നമ്മൾ നാളെ പറഞ്ഞനുസരിക്കുമോ? ഏകാദശ സ്കന്ധത്തിൽ പറയും, അവസാന കാലത്ത് നമ്മളെ ഏറ്റവും അധികം വേദനിപ്പിക്കണത് മക്കളോ ബന്ധുക്കളോ ഒന്നുമല്ല, നമ്മുടെ ശരീരം അല്ലേ? അപ്പോൾ നമ്മുടെ ശരീരം തന്നെ നമ്മൾക്ക് നിയന്ത്രിക്കാൻ പറ്റാണ്ടാവുമ്പോൾ രാജ്യം നമ്മളെങ്ങനെയാണ് നിയന്ത്രിക്കുക? പ്രജകളെ നമ്മളെങ്ങനെയാണ് നിയന്ത്രിക്കുക? അതുകൊണ്ട് ഒരു പ്രായം കഴിഞ്ഞാൽ ഭരണാധികാരികൾ പണ്ട് കാലത്ത് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കസേര വിട്ട് ഒഴിവാവും അല്ലേ? ഇതിപ്പോൾ ഇന്നത്തെ കാലത്തെ ഭരണാധികാരികളൊക്കെ ഒന്ന് കേൾക്കേണ്ട കഥയാണ്. ഇപ്പം കസേരയ്ക്ക് വേണ്ടി എന്താ ചർച്ച അല്ലേ? 90 99 ആയാലും ഞാനാവാം എന്നാ പറയണത്. എന്ത് ചെയ്യും? കണ്ടിട്ടില്ലേ ചില മന്ത്രിമാരെയൊക്കെ
8 കൂടി താങ്ങിപ്പിടിച്ച് സ്റ്റേജിൽ കൊണ്ടുപോയി ഇരുത്തി മൈക്ക് കയ്യിൽ കൊടുത്താൽ ഞാൻ നേരെയാക്കും. നേരെ നിൽക്കാൻ പറ്റാത്ത ആളാ. അപ്പോൾ ഇങ്ങനെ പ്രസംഗിക്കുന്ന നമ്മുടെ ഇന്നത്തെ ലോകത്തെക്കുറിച്ച് ഭാഗവതത്തിൽ പറയുക. അപ്പം എന്തായാലും പറഞ്ഞു വരുന്നത്, ഒരു പ്രായം കഴിഞ്ഞാൽ ഭരണാധികാരികൾ ഭരണം ഒഴിയണതാണ് നല്ലത്. എന്താ നിങ്ങളുടെ അഭിപ്രായം? ഒരു പ്രായം കഴിഞ്ഞാൽ ഭരണാധികാരികൾ ഭരണം ഒഴിയണ്ടേ? വേണ്ടേ? വേണ്ടേ? വേണം. നിങ്ങളിപ്പോൾ ഈ വേണമെന്ന് ആവേശത്ത് പറഞ്ഞത് മന്ത്രിമാരുടെ കാര്യമല്ലേ എന്ന് വിചാരിച്ചിട്ടാണെന്ന് എനിക്കറിയാം. പക്ഷെ ഭാഗവതം പറയുന്ന ഭരണം മന്ത്രിമാരുടെ ഭരണമല്ല, കുടുംബഭരണേനവാ. അല്ലേ? ഒരു പ്രായം കഴിഞ്ഞാൽ ഈ കുടുംബഭരണം എന്ന് പറയുന്നതും പതുക്കെ അങ്ങ് ഒഴിവാവണം എന്നാ. അല്ലേ? 10, 60, 60, 70 വയസ്സ് വരെ ഇതെല്ലാം നമ്മൾ കൊണ്ടു നടന്നില്ലേ? ചിറകുമുളയ്ക്കാത്ത ഒരു കുഞ്ഞിനെ പറക്കാനും തീറ്റ തേടാനും പഠിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ പക്ഷികൾ അതിൻ്റെ പിറകിലെ പോയിട്ട് നീ ഇന്നെന്താ കഴിച്ചത്, നീ ഇന്നെന്താ അങ്ങോട്ടാ പോയത്, ഒന്നും മിണ്ടാൻ പോണില്ല. അവരവരുടെ ഇതുപോലെ ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ ഈ തലച്ചുമട് പതുക്കെ അങ്ങ് വിടണം. അല്ലേ? യാത്രയ്ക്ക്, ദൂരയാത്രയ്ക്കൊക്കെ പോകുമ്പോൾ പറയണ ഒരു വാക്കുണ്ടല്ലോ, എന്താ? ലെസ് ലഗേജ്. അങ്ങനെ പറയാറില്ലേ? മോർ കംഫർട്ടബിൾ. അല്ലേ? ലഗേജ് കുറയ്ക്കണതാണ് നല്ലത്. അപ്പോൾ ഒരു പ്രായം കഴിയുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയോ? പതുക്കെ ലഗേജൊക്കെ കുറച്ചോളൂ. ഇൻബോക്സിലുള്ള അധികമുള്ള മെസ്സേജൊക്കെ ഡിലീറ്റ് ആക്കിക്കോളുക. അതിന് വേണ്ടിയിട്ടാണ് ഒരു പ്രായം കഴിഞ്ഞാൽ പതുക്കെ ഈശ്വര സേവ ചെയ്യണം എന്ന് പറയണത്. എപ്പോഴോ തുടങ്ങണം. ഒരു പ്രായം കഴിഞ്ഞ് തുടങ്ങണമെങ്കിൽ ചെറുതാമ്പഴേ ആ ഒരു സംസ്കാരം ഉണ്ടാവണം. പക്ഷേ ഭക്തി അത് പാകമാകുന്ന സമയമാണ് വാർദ്ധക്യം. വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ എന്താവുമെന്നറിയോ? ഈ ഭക്തിയും നമ്മളുടെ ജീവിതാനുഭവങ്ങളും കൂടി പഴുത്തു നിൽക്കും. അപ്പോൾ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ ഭക്തി അതിൻ്റെ പരിപൂർണമായ ഭാവത്തിലേക്ക് എത്തണം. ആ സമയത്ത് പോയിട്ട് പിന്നെ ട്രൗസർ ഇടാനും തലമുടി കറുപ്പിക്കാനൊക്കെ പുറപ്പെട്ടാൽ നേരെ ആവില്ല നമ്മൾ. അല്ലേ? അപ്പോൾ ഓരോ പ്രായത്തിലും അതാത് പ്രായത്തിൻ്റെ വിചാര വികാരങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിലേക്ക് എത്തുന്നത്. അല്ലേ? ഇവിടെ ഇരിക്കണ നിങ്ങൾക്കൊക്കെ ചെറിയ ഓടിക്കളിക്കുന്ന ഒരു ശരീരം ഉണ്ടായിട്ടില്ലേ? ഉണ്ടായിട്ടില്ലേ? അല്ല, നേരെ 65ലേക്ക് എത്തിയോ? ഉണ്ടായിരുന്നു. ആ സമയത്ത് കളിക്കേണ്ട കളിയൊക്കെ നമ്മൾ കളിച്ചിട്ടില്ലേ? കളിച്ചു. ചെറുപ്പകാലത്ത് കളിക്കേണ്ട കളിയൊക്കെ നമ്മൾ കളിച്ചിട്ടില്ലേ? കളിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ടല്ലേ നമുക്ക് വാർദ്ധക്യം തന്നിട്ടുള്ളൂ. അത്രയേ ഉള്ളൂ. അപ്പം പിന്നെ ഇനി ചെറുപ്പക്കാരനാവാൻ പോണോ? വേണ്ട. കിട്ടിയതിനെ സ്വീകരിച്ച് ഈശ്വരനെ നന്നായി സേവിക്കുക. ഭാഗവതം പറയണത് എന്താ വെച്ചാൽ, മക്കളൊക്കെ അവരവരുടെ കാര്യങ്ങൾ നോക്കാനുള്ള പ്രായമെത്തിയാൽ അമ്മ അച്ഛൻ മകനെ വിളിക്കുക. എന്നിട്ട് പറയാ, നമ്മുടെ കുടുംബ പാരമ്പര്യം ഇന്നതാണ്, നമ്മുടെ കുലദേവത ഇന്നതാണ്, ഞാനായിട്ട് നമ്മുടെ കുടുംബത്തിനൊരു ചീത്തപ്പേരുണ്ടാക്കിയിട്ടില്ല, ഇനി നീയും അതുണ്ടാക്കരുതെന്ന് പറഞ്ഞ് അച്ഛൻ മകനെ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുക. അമ്മായിയമ്മ മരുമകളെ വിളിച്ച് താക്കോല് കൊടുത്തിട്ട്, ഇനി ഇവിടുത്തെ എല്ലാ കാര്യവും നീ വേണം നോക്കി നടത്താൻ, നീ എനിക്ക് ഭക്ഷണം മാത്രം തന്നാൽ മതി, ഞാൻ കുറ്റം പറയില്ല എന്ന് പറഞ്ഞ് മരുമകളെ അങ്ങ് ഏൽപ്പിക്കുക. നടന്ന തന്നെ. എന്നിട്ട് ഇവർ രണ്ടാളും കൂടി എന്താ വേണ്ടതെന്നറിയോ? പറ്റുമെങ്കിലൊന്ന് ഗുരുവായൂർ പോവുക. എന്നിട്ടോ ഗുരുവായൂരപ്പനെ തൊഴുതു വരുമ്പോൾ ഓരോ കോപ്പി ഭാഗവതം പുസ്തകം വാങ്ങുക. എന്നിട്ട് രാവിലെ പേപ്പർ വന്നാൽ ഇന്നത്തെ പരിപാടി നോക്കുക. എവിടെയെങ്കിലും സപ്താഹം ഉണ്ടെന്ന് കണ്ടാൽ രാവിലെ പുറപ്പെട്ടോളുക. അവിടെ പോയി ഇരിക്കുക, ഭാഗവതം കേൾക്കുക, നാമം ജപിക്കുക, ഭാഗവതം കേൾക്കുക, നാമം ജപിക്കുക, നാമം ജപിക്കുക, ഭാഗവതം കേൾക്കുക. വയസ്സാം കാലത്ത് ഭാഗവത സപ്താഹത്തിന് പോകാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത്. കാരണം വീട്ടിൽ കിട്ടാത്ത പല സാധനവും അവിടെ കൃത്യമായിട്ട് കിട്ടും.
വീട്ടിൽ കിട്ടാത്തതൊക്കെ ഭാഗവതത്തിന് പോയാൽ കിട്ടും. ഒന്ന് നല്ല ഭക്ഷണം കിട്ടും, പിന്നെ മനസ്സിന് നല്ല സമാധാനം കിട്ടും, പിന്നെ നല്ല ഉറക്കവും കിട്ടും. ഇത് വീട്ടിൽ നിന്നാൽ കിട്ടില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതൊക്കെ നമുക്ക് അവസാന കാലത്ത് സുഖമായിട്ട് തരപ്പെടുത്തുന്ന ഒറ്റ സ്ഥലമേ ഉള്ളൂ, ഭാഗവതയജ്ഞം. ശരിക്കും ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്, ഞങ്ങൾ ആചാര്യന്മാരെത്ര പുണ്യം ചെയ്ത ആൾക്കാരറിയോ? എത്ര ആൾക്കാരെയാണ് ഞങ്ങൾ ഉറക്കണത്? സമാധാനമില്ലാത്ത എത്ര എണ്ണ എങ്ങടെ സുഖമായിട്ട് ഉറങ്ങും ഉച്ച കഴിഞ്ഞാൽ ചില സ്ഥലത്തൊക്കെ. അപ്പോൾ പറഞ്ഞു വരുന്നത് ഭഗവാന്റെ കഥ കേൾക്കുക. അങ്ങനെ ഒരു സപ്താഹത്തിന്, ഒരു ഭാഗവത സപ്താഹ യജ്ഞത്തിന് നിങ്ങൾ 7 ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ പോയിരുന്നാൽ പിന്നെ നിങ്ങളുടെ മക്കൾ അന്വേഷിക്കും നാട്ടിലെവിടെയാ സപ്താഹം ഉള്ളതെന്ന്. അവർ കണ്ടുപിടിച്ച് തരും നിങ്ങൾക്ക്. ഒറ്റ സപ്താഹത്തിന് നിങ്ങൾ പോണ്ടു. അപ്പോൾ പറഞ്ഞു വരുന്നത് ഈശ്വരനിലേക്ക് പതുക്കെ 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 ചേർത്ത് വയ്ക്കേണ്ട സമയമാണ്. ഏകാദശ സ്കന്ധത്തിൽ ഉദ്ധവനോട് ഭഗവാൻ പറയുന്ന ഒരു വാക്കുണ്ട്, ഉദ്ധവ വിഷയാന്ധ്യായതശ്ചിത്തം വിഷയേഷു വിഷജ്യതേ മാമനുസ്മരതശ്ചിത്തം മയ്യേവ പ്രവിലീയതേ. ഉദ്ധവ, പല വിഷയങ്ങളിലേക്കാണിപ്പോൾ മനസ്സ് ചേർന്നിരിക്കുന്നത്. എൻ്റെ എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ എത്ര ലിസ്റ്റിൽ സാധനം ഉണ്ട് ആലോചിച്ച് നോക്കൂ. എൻ്റെ വീട്, എൻ്റെ കട്ടില്, എൻ്റെ കിടക്ക, എൻ്റെ പുതപ്പ്, എൻ്റെ ഫ്രിഡ്ജ്, എൻ്റെ വീട്, എൻ്റെ TV, എൻ്റെ ചെരുപ്പ്, എൻ്റെ ഭൂമി, എൻ്റെ ബാങ്ക്, എൻ്റെ ഇങ്ങനെ എൻ്റെ എന്ന് പറഞ്ഞിട്ട് കുറേ സാധനം ഉണ്ടല്ലോ. ഇതിലേതെങ്കിലും ഒന്ന് കൊണ്ടുപോകാൻ പറ്റുമോ? ഇവിടുന്ന് പോകുമ്പോഴേ ഇതിലേതെങ്കിലും ഒന്ന് കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല. അപ്പം ആലോചിച്ച് നോക്കൂ, ഇതൊക്കെ വിട്ടിട്ട് പോകുമ്പോൾ എത്ര സങ്കടാവും നമുക്ക്, അല്ലേ? ഇപ്പൊ ഒരു ചെരുപ്പ് കാണാണ്ടായാൽ തന്നെ നമുക്ക് എത്ര സങ്കടമുണ്ട്. എൻ്റെ ചെരുപ്പ് കാണാണ്ടായി, എൻ്റെ ചെരുപ്പ് കാണുന്നില്ല, നമ്മൾ വേവലാതിപ്പെടണില്ലേ? ചെരുപ്പല്ല, മൊത്തത്തിലൊരു ദിവസം കാണാണ്ടാവും. അപ്പം ആ ഒരു വേവലാതി നമുക്ക് കുറയാൻ എന്താ വഴിയെന്നറിയോ? നമ്മളെ അത് വിട്ടുപോകും എന്നുറപ്പായി കഴിഞ്ഞാൽ അത് നമ്മളെ വിടണതിന് മുമ്പേ പതുക്കെ നമ്മളങ്ങ് വിട്ടൂല. അങ്ങനെ ആകുമ്പോൾ എന്താ ഗുണം എന്നറിയോ? നാളെ അത് വിട്ടുപോയാലും സങ്കടമില്ല എന്നൊന്നും പറയണില്ല, പക്ഷെ വലിയ വേവലാതി ഉണ്ടാവില്ല. ഒരു പക്ഷി, ഒരു കാക്ക അല്ലെങ്കിൽ ഒരു പരുന്ത് ഒരു ഉണങ്ങിയ കൊമ്പിൻ്റെ മുകളിലേക്ക് വന്നിരിക്കുമ്പോൾ ആ ഉണങ്ങിയ കൊമ്പിൻ്റെ മുകളിൽ അതിരിക്കുന്നുണ്ടെങ്കിലും ആ പക്ഷിയെ സംബന്ധിച്ച് അതിന് വിശ്വാസവും ഉറപ്പും കൊമ്പിലല്ല, തൻ്റെ ചിറകിലാണ്, അല്ലേ? ഈ കൊമ്പ് പൊട്ടിയാലും ചിറകുണ്ടല്ലോ. ഇതുപോലെ ഇതെല്ലാം വിട്ടു പോകും എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പിച്ചാൽ നമുക്ക് പിന്നെ ആരെങ്കിലും ഒരാളുണ്ടല്ലോ എന്നുള്ള ഉറപ്പ് വേണ്ടേ? ഇതെല്ലാം പോയാലും എനിക്കുണ്ടല്ലോ ഒരാൾ, ആ ഒരാളാവണം ആര്? ഭഗവാൻ. ഇവിടെ ഭരതൻ ആ ഒരാളായി ഭഗവാനെ ആശ്രയിച്ചു കൊണ്ടാണ് കാട്ടിലേക്ക് പോണത്. എല്ലാത്തിനെയും വിട്ടിട്ട് ഭാര്യയെ, മക്കളെ, സിംഹാസനത്തെ, പ്രജകളെ എല്ലാം ഉപേക്ഷിച്ച് ഭരതൻ കാട്ടിൽ ചെന്നു. പക്ഷേ ഇന്നലെ പറഞ്ഞതുപോലെ നമ്മൾ വിട്ടാലും നമ്മളെ വിടാത്ത ഒന്നുണ്ട്, അതാണ് നമ്മുടെ കർമ്മഫലം എന്നുള്ളത്. അത് നമ്മൾ വേണ്ടാന്ന് വെച്ചാലും നമ്മൾ വിടില്ല. അനുഭവിക്കാനുള്ളതാണോ? എങ്ങനെയെങ്കിലും നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത്, അല്ലേ? എവിടെ ഒരു സ്ഥലത്ത് ഒരു അമ്പലത്തിൽ സപ്താഹയജ്ഞം നടക്കുമ്പോൾ 2 കുട്ടികൾ അമ്പലത്തിലേക്ക് തൊഴാൻ വന്നു. അപ്പോൾ ഈ കുട്ടികൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോയി. അപ്പം ഇവരറിഞ്ഞിട്ടില്ല, ഇവരുടെ വീട്ടിലെ നായയും പിറകെ വന്നു. നായ പിറകെ വന്ന് യജ്ഞശാലയിൽ കൂടിയിട്ടൊക്കെ ഓടാൻ തുടങ്ങി.
ആൾക്കാരൊക്കെ ബഹളം തുടങ്ങി. ഇതാരുടെ നായ, കെട്ടിയിട്ട് വേണ്ട വരാൻ, ഇതാരാ നായയും കൂട്ടി അമ്പലത്തിൽ വന്നത്? എന്തിനേറെ പറയണു, യജ്ഞശാലയിൽ ബഹളം. ഞാൻ പ്രഭാഷണമൊക്കെ നിർത്തി. അകത്ത് പോയ കുട്ടികൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അവരകത്ത് പോയി തൊഴുത് പ്രസാദമൊക്കെ വാങ്ങി പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ആകപ്പാടെ യജ്ഞശാലയിൽ ബഹളം. നോക്കുമ്പോൾ അവരുടെ നായ വാലും പൊക്കിപ്പിടിച്ചൊരു വിവാദ നായകനായിട്ട് അങ്ങനെ ഓടി നടക്കുന്നുണ്ട്. കമ്മിറ്റിക്കാർ, നാട്ടുകാരൊക്കെ ചോദിക്കുന്നുണ്ട് ഇതാരുടെ നായ എന്നൊക്കെ. അപ്പം ഇവർക്ക് തോന്നി നമ്മുടെ നായാണെന്ന് പറഞ്ഞാൽ നാണക്കേടാവും, ഉറപ്പാ. എന്തായാലും നായ പേര് പറയൊന്നുമില്ലല്ലോ. ഇവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ പിറകിലുള്ള ഒരു കസേരയിൽ പോയി ഒന്നും അറിയാത്ത പോലെ അവിടെ ഇരുന്നു. അവിടെ ഒരാൾക്കും മനസ്സിലായിട്ടില്ല നായ ആരുടേതാണെന്ന്. പക്ഷെ നായക്കറിയില്ലേ. ഈ നായ കൃത്യമായിട്ട് ഈ കുട്ടികളുടെ കാലിൻ്റെ അടുത്ത് പോയി ഇരിക്കണുണ്ട്. ഞാൻ നോക്കുമ്പോൾ ഇവർ നായയെ ചവിട്ടുന്നുണ്ട്. ദൂരെ പോ, ദൂരെ പോ, ദൂരെ പോ. അത് പോവോ? ഇല്ല. ഇതുപോലെ നമ്മൾ എത്രയൊക്കെ ഒളിച്ച് കളിച്ചാലും അനുഭവിക്കാനുള്ള നമ്മുടെ കർമ്മഫലം നമ്മുടെ അടുത്തേക്ക് കൃത്യം വന്നു ചേരും. ഇവിടെ എല്ലാം വിട്ട് കാട്ടിലേക്ക് പോയപ്പോൾ ഭരതനെ കാട്ടിൽ വെച്ചൊരു പ്രാരബ്ധം പിടിച്ചു, ഒരു മാൻകുട്ടിയുടെ രൂപത്തിൽ. ഇന്നലെ നമ്മൾ ചുരുക്കി പറഞ്ഞ കഥയാണ്. എന്നാലും അല്ലേ, വെള്ളത്തിലേക്ക് പൂർണ്ണഗർഭിണിയായ ഒരു മാൻപേട സിംഹത്തെ ഭയന്ന് ചാടുന്നതും, വെള്ളത്തിൽ വെച്ച് ആ മാൻപേട പ്രസവിക്കുന്നു. തള്ളമാൻ മറുകരയ്ക്ക് കയറി മരിക്കുന്നു. ഇപ്പോൾ പ്രസവിച്ചു വീണ ആ മാൻകുട്ടി വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങി ചാവാൻ പുറപ്പെടുമ്പോൾ ഭരതൻ എടുത്തു ചാടി ആ മാൻകുട്ടിയെ രക്ഷിച്ചു. ഭരതൻ മാൻകുട്ടിയെ രക്ഷിച്ചപ്പോൾ ഭാഗവതം പറഞ്ഞു അപകടമായി. അപ്പൊ രക്ഷിച്ചത് അപകടമായോ? അപകടമായി. രക്ഷിക്കണ്ടേ? രക്ഷിക്കണം. പിന്നെന്താ അപകടം? ഞാൻ രക്ഷിക്കുന്നു എന്ന് തോന്നിയതാണ് അപകടമായത്. ഞാൻ ഈ മാൻകുട്ടിയെ രക്ഷിക്കും എന്ന് വിചാരിച്ചതാണ് അപകടം. എന്താ കാരണം? ഞാൻ വിചാരിച്ചാൽ എന്നെ തന്നെ രക്ഷിക്കാൻ പറ്റില്ല. എന്നിട്ടാണോ മാൻകുട്ടിയെ? നമ്മളാർക്കും നമ്മളെ തന്നെ രക്ഷിക്കാൻ പറ്റില്ല. എത്ര ആൾക്കാരെ രക്ഷിച്ച ആളറിയോ? എന്നിട്ടോ അയാൾ പോയി. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഞാൻ വിചാരിച്ചാൽ എന്നെ തന്നെ രക്ഷിക്കാൻ പറ്റില്ല. നമുക്കൊക്കെ ഒരു വിചാരമുണ്ടെന്നാ. പ്രഹ്ലാദ സ്തുതിയിൽ പ്രഹ്ലാദൻ പറയുന്ന ഒരു വാക്കുണ്ട്, ബാലസ്യനേഹ ശരണം പിതരൗ നൃസിംഹ നാർത്തസ്യ ചാഗതമുദന്നതിമജ്ജതോനൗ തപ്തസ്യ പ്രതിവിദർയൈഹാഞ്ജസേഷ്ട താവത് വിഭോ തനുഭൃതാം ത്വതുപേക്ഷിതാനാം. സ്വതവേ ഈ ലോകത്തിൽ എല്ലാവർക്കും ഓരോ വിചാരം. ഇപ്പോൾ ഭാര്യമാർക്കൊരു വിചാരം, ഭർത്താക്കന്മാർക്കൊരു വിചാരം, മക്കൾക്കൊരു വിചാരം, അച്ഛനമ്മമാർക്കൊരു വിചാരം ഒക്കെയുണ്ട് അല്ലേ? എന്താ ഭാര്യമാരുടെ വിചാരം? ഭാര്യമാരുടെ വിചാരം എന്താ അറിയോ? ഞങ്ങൾ കൃത്യമായി ഭക്ഷണമൊക്കെ കൊടുത്ത് ഷർട്ട് ഇസ്ത്രീയിട്ട് കൊടുക്കുന്നത് കൊണ്ടാണ് ഭർത്താവ് എന്ന് പറയുന്ന ഈ സാധനം ഇങ്ങനെ ജീവനോട് നിലനിൽക്കുന്നത്. ഞങ്ങൾ കുറച്ച് ദിവസം ഇല്ലെങ്കിൽ ഇവർ ഇക്ഷ എണ്ണ ഇട്ട ഒക്കെ വരക്കും എന്ന് ഭാര്യമാർ വിചാരിക്കുമ്പോൾ ഭർത്താവ് എന്താ വിചാരിക്കുക? ഇവളുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ ജീവിച്ചു പോണത് എന്ന് ഭർത്താവ് വിചാരിക്കുമോ? ഇല്ല. അയാൾക്ക് വേറൊരു വിചാരമുണ്ട്. എന്ത്? ഞാൻ കൊണ്ടുവരണമുണ്ടല്ലേ, ഞാൻ ഇങ്ങനെയൊക്കെ ആക്കിയിട്ടില്ലെങ്കിൽ ഇവളെങ്ങനെയാ ഇങ്ങനെ. മക്കൾക്കൊരു വിചാരമുണ്ട്, ഞങ്ങൾ കൃത്യം ഡോക്ടറെ കാണിച്ച് ഗുളികയൊക്കെ വാങ്ങിക്കൊടുക്കണ കൊണ്ടാണ് അച്ഛനും അമ്മയും ഇപ്പോൾ ജീവിക്കുന്നത്. അച്ഛനമ്മമാർക്കൊരു വിചാരം, ഞങ്ങൾ കുളിപ്പിച്ച് കുപ്പായൊക്കെ ഇടിപ്പിച്ച് ഭക്ഷണം കൊടുക്കുന്നത് കൊണ്ടാണ് മക്കൾ വളരുന്നത്. എന്നാൽ പ്രഹ്ലാദൻ പറയുന്നു, ഭഗവാനെ ത്വതുപേക്ഷിതാനാം, അങ്ങയുടെ കാരുണ്യമില്ലെങ്കിൽ ഈ പ്രപഞ്ചം എങ്ങനെ നിൽക്കും? എന്നിട്ടല്ലേ നമ്മൾ. അപ്പം നമ്മൾ മനസ്സിലാക്കുക, എന്നിൽ കൂടി എൻ്റെ കുട്ടിയെ രക്ഷിക്കുന്നത് ഭഗവാനാണ്.
എന്നിൽ കൂടി എൻ്റെ അച്ഛനമ്മമാരെ സംരക്ഷിക്കുന്നത് ഭഗവാനാണ്. എന്നിൽ കൂടി എൻ്റെ കുടുംബം രക്ഷിക്കാൻ പറ്റുന്നത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ്. ആ അനുഗ്രഹം ഇല്ലാണ്ടായാൽ എനിക്ക് എന്നെ തന്നെ രക്ഷിക്കാൻ പറ്റില്ല. ഇവിടെ ഭരതൻ ഈ ആൺകുട്ടിയെ എടുത്തു, ആശ്രമത്തിലേക്ക് പോയി, അതിനെ അങ്ങ് സ്നേഹിക്കാൻ തുടങ്ങി. സ്നേഹം തെറ്റൊന്നല്ല, പക്ഷേ അതിസ്നേഹമായി ഭരതന്. സ്വതവേ പറയും അതി സർവത്ര വർജയിൽ, അല്ലേ? അധികമായാൽ അമൃത് മാത്രമല്ല, എല്ലാം വിഷമാണ്. സ്നേഹമാണെങ്കിലും ബഹുമാനമാണെങ്കിലും കാരുണ്യമാണെങ്കിലും ഒന്നും അധികമാവരുത്. കൂട്ടാനിൽ ഉപ്പിടണ പോലെ ഒരു പാകത്തിനത് വച്ചോളൂ. അപ്പം സ്നേഹമൊക്കെ അല്ലാണ്ട് സ്നേഹമായ ബുദ്ധിമുട്ടല്ലേ ശരിക്കും, അല്ലേ? എവിടെ ഒരു സ്ഥലത്ത് സപ്താഹത്തിന് പോകുമ്പോൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരാൾ പരിചയപ്പെട്ടു എന്നെ. അയാൾക്ക് എന്നോട് വല്ലാത്ത സ്നേഹം എന്ന് വെച്ചാൽ വല്ലാത്ത സ്നേഹം. അവസാനം എന്തായി എന്ന് വെച്ചാൽ, ഇയാൾ പറയുന്ന ബസ്സിനെ ഞാൻ കയറാൻ പാടുള്ളൂ, ഇയാൾ പറയുന്ന സീറ്റിലേ ഞാൻ ഇരിക്കാൻ പാടുള്ളൂ എന്നുള്ള തരത്തിലേക്ക് എത്തി. അപ്പോൾ സ്നേഹം വല്ലാണ്ടാവരുത്, അത് ബുദ്ധിമുട്ടാണ്. ബഹുമാനം വല്ലാണ്ടാവരുത്, ബുദ്ധിമുട്ടാണ്. ഒരു തവണ കാണുമ്പോൾ തൊഴാം, കാണുമ്പോൾ ഒക്കെ തൊഴാൻ തുടങ്ങിയാലോ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇവിടെ ഭരതന് ഈ മാൻകുട്ടിയോട് അതിയായ സ്നേഹം വന്നു. അതുകൊണ്ട് എന്ത് കുഴപ്പമുണ്ടായി? ഭഗവാനോടുള്ള സ്നേഹം കുറഞ്ഞു. ഭഗവാൻ മാത്രമേ ഇനി എനിക്ക് ജീവിതത്തിൽ ആശ്രയുള്ളൂ എന്ന് കരുതിയതായ ഭരതനിപ്പോ ഭഗവാനോടുള്ള സ്നേഹം കുറഞ്ഞു, മാൻകുട്ടിയോടുള്ള സ്നേഹം കൂടാനും തുടങ്ങി. അങ്ങനെ മാൻകുട്ടിയെ സ്നേഹിച്ച് മാനിനെ ചിന്തിച്ച് മരിച്ചു ഭരതൻ. ഭഗവാൻ ഗീതയിൽ പറയുന്ന ഒരു വാക്കുണ്ട്, യം യം ഭാവം സ്മരൻ കാലേ ത്യജത്യന്തേ കളയവരം തം തമേവേദി കൗന്ദേയ സദാ തൽ ഭാവഭാവിത. മരണസമയത്ത് നമ്മുടെ ചിന്ത എന്താണോ അടുത്ത ജന്മം അതാണ്. ഫോട്ടോ എടുക്കണ പോലെയാ. ഫോട്ടോ എടുക്കുമ്പോൾ നമ്മുടെ മുഖത്ത് എന്താണോ ഭാവം അതാണ് ഫോട്ടോയിൽ വരിക. അല്ലാണ്ട് ഞാൻ നേരത്തെ ചിരിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ മരിക്കുമ്പോൾ അന്തേ നാരായണ സ്മൃതി, മരണസമയത്ത് നമ്മുടെ ചിന്തകൾ എന്താവണം? ഈ ലോകത്തിലുള്ള ഏതൊരു വസ്തുവിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാലും നമ്മൾ ടെൻഷൻ അടിക്കും, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അവസാന കാലത്ത് എന്തിനെ ചിന്തിച്ചാൽ നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടും? വീടിനെ ചിന്തിച്ചാൽ സമാധാനം കിട്ടും? 2200 സ്ക്വയർ ഫീറ്റ് മാർബിൾ ഇട്ട നിലം എന്നൊക്കെ പറഞ്ഞാൽ സമാധാനം കിട്ടുമോ? കാറിനെ ചിന്തിച്ചാൽ സമാധാനം കിട്ടുമോ? ഭൂമിയെ ചിന്തിച്ചാൽ സമാധാനം കിട്ടുമോ? പോട്ടെ, അവസാന കാലത്ത് മക്കളെ ചിന്തിച്ചാൽ സമാധാനം കിട്ടുമോ? ഇപ്പം തന്നെ കിട്ടണില്ല, അപ്പം പിന്നെ അവസാനം കിട്ടുമോ? അപ്പം അവസാന കാലത്ത് നമ്മുടെ മനസ്സിൻ്റെ ഈ ഒരു ചൂട് തണുക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. എന്ത്? ഈശ്വരസ്മരണ, ഭഗവത് സ്മരണ. അപ്പം സർവവിധത്തിലും മൃത്യോർമ അമൃതം ഗമയ, മൃത്യു എന്ന ഭാവത്തിൽ നിന്ന് അമൃതത്വത്തിലേക്ക് നമുക്ക് പോകാൻ വേണ്ടത് അവസാനത്തെ ആ ഒരു നിമിഷം ഭഗവാനെ ചിന്തിക്കുക. സത്യം പറഞ്ഞാൽ ഈ സപ്താഹവും നാമജപവും അമ്പലവും ആരാധനയും പ്രദക്ഷിണവും നമസ്കാരവും ഒക്കെ അവസാനം മരിക്കുമ്പോൾ ഭഗവാൻ എന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം മരിക്കുമ്പോൾ ഭഗവാനെ ഓർത്താൽ മതിയോ? മതി. ഓ, എന്നാൽ പിന്നെ എനിക്ക് വേറെന്തൊക്കെയോ തിരക്കുണ്ട്, മരിക്കുമ്പോൾ ഓർത്താൽ പോരെ എന്നാണെങ്കിൽ അപ്പോൾ ഒരു ചോദ്യമുണ്ട്, ഈ മരണപ്പോഴാണ് എന്ന് വല്ല ഉറപ്പുണ്ടോ? അതില്ല. അപ്പം എപ്പോൾ ഓർക്കണം? എപ്പോഴും ഓർക്കണം, അല്ലേ? ചിന്മയാനന്ദ സ്വാമികളോട് ഒരു ഭക്തൻ ചോദിച്ചു, ഗുരുനാഥ, ഒരു ദിവസം ഭഗവാനെ എത്ര സമയം സ്മരിക്കണം? അപ്പോൾ ഗുരുനാഥൻ പറഞ്ഞു, ഒരു ദിവസമല്ലേ, ഒരു 24 മണിക്കൂർ മാത്രം മതി, അല്ലേ? അപ്പോൾ അന്ത്യകാലത്ത് ഭഗവാനെ സ്മരിക്കണം എന്ന് വെച്ചാൽ അന്ത്യം എപ്പാണെന്ന് അറിയില്ല.
അപ്പം എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഭഗവത് സ്മരണയുണ്ട്. അങ്ങനെ എപ്പോഴും ഭഗവാനെ സ്മരിച്ചുകൊണ്ട് നിൽക്കാനാവോ? ആവില്ല. പക്ഷേ നിരന്തരമായി നമ്മുടെ മനസ്സിന് ആ ഒരു ഈശ്വരഭാവം കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴാണോ നമുക്ക് ആവശ്യം അപ്പോൾ മനസ്സ് ഭഗവാനിലേക്ക് പോയി നിൽക്കും. ഞങ്ങൾ നാട്ടും പുറത്തൊക്കെ ഈ ഏപ്രിൽ മെയ് മാസമൊക്കെ ആകുമ്പോൾ കൃഷിയൊക്കെ കഴിഞ്ഞ് വയലൊക്കെ ഒഴിഞ്ഞു കിടക്കുക. അപ്പോൾ പുല്ലൊക്കെ ധാരാളം ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ പശുക്കളെയൊക്കെ വയലിൽ കൊണ്ടുപോയി അവിടെ കുറ്റിയടിച്ച് കെട്ടും. വൈകുന്നേരം ആവുമ്പോൾ ആ വയലിൽ നിന്ന് പശുവിനെ അഴിച്ച് ഇങ്ങോട്ട് വിടും. പക്ഷേ ഈ പശു എന്ത് ചെയ്യുന്നു വെച്ചാൽ വീട്ടിലേക്ക് പോവില്ല. അത് കണ്ട പറമ്പിലോ വേറെ പുല്ലുള്ള സ്ഥലത്തേക്കൊക്കെ പോകാൻ തുടങ്ങും. അപ്പോൾ ആ പശുവിന് 2 അടിയൊക്കെ കൊടുക്കും, വലിച്ച് വീട്ടിലേക്ക് എത്തിക്കും. പിറ്റേ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ ശിക്ഷ കൊടുത്ത് ഇവിടേക്ക് എത്തിക്കും. ഇങ്ങനെ ഒരു 2 ആഴ്ച ഈ പശുവിനൊരു ട്രെയിനിങ് കൊടുത്താൽ പിന്നെ നമ്മൾ വയലിൽ നിന്ന് പശുവിനെ അഴിച്ചാൽ പിന്നെ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട. ഇവിടുന്ന് കഴിച്ചാൽ പശു വീട്ടിൽ ആ ബക്കറ്റ് വെള്ളത്തിൻ്റെ അടുത്ത് പോയി നിൽക്കും. ഇതുപോലെ നമ്മുടെ മനസ്സിന് എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യിക്കണം. എപ്പോഴാണോ ഈ ശരീരത്തെ ജീവൻ വിടുന്നത് അപ്പോൾ നമ്മുടെ മനസ്സ് ഭഗവാന്റെ അടുത്ത് പോയി നിൽക്കണം. അങ്ങനെ ഭഗവാനെ സ്മരിച്ചിട്ട് നമുക്കിവിടുന്ന് പോകാൻ പറ്റിയാൽ പിന്നെ ഒരു പുനരാവർത്തനം ഇല്ല എന്നാണ്. ഇപ്പം തന്നെ ഈ ലോകം ഇങ്ങനെ. അപ്പം ഇനി കുറച്ചു കാലം കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താ ആലോചിച്ച് നോക്കൂ. ഭാഗവതം 12 സ്കന്ധത്തിൽ പറയും, കലിയുണ്ടല്ലോ ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാ. കലിയുടെ ചെറിയ പ്രായമായിപ്പോൾ. ഇപ്പോഴെ തന്നെ കലിയുഗം ഇങ്ങനെയാണെങ്കിൽ ഇത് മൂത്താലുള്ള അവസ്ഥ എന്താ? ഇപ്പം തന്നെ നമുക്ക് ഈ ലോകം ഇങ്ങനെ വിഷമം തരുന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ അവിടെ പോയി കണക്കൊക്കെ തീർത്ത് വരുമ്പോഴേക്കും ഇതിൻ്റെ 4 ഇരട്ടി കൂടുക ചെയ്യാം. അപ്പം ശരിക്കും ഇനി പോയിട്ട് വരണോ എന്ന് ആലോചിക്കണം നമ്മൾ. ഈ ജന്മത്തിലോ പറ്റും തോന്നുന്നില്ല. അടുത്ത ജന്മത്തിൽ നിന്നൊന്നും വെറുതെ റിസർവ് ചെയ്ത് വെക്കരുത് പ്രാരബ്ധം. അപ്പോൾ പറഞ്ഞു വരുന്നത് ഭഗവാനെ സ്മരിച്ച് ഭഗവാനിലേക്ക് ലയിക്കുക. അല്ല ഇവിടെ വേറെ എന്തെങ്കിലും മോഹം വച്ചിട്ടാണ് പോണതെന്നുണ്ടെങ്കിലും ഈ ജീവൻ ചെന്ന് സുഖദുഃഖങ്ങൾ സ്വർഗനരകങ്ങൾ അനുഭവിച്ചാൽ വീണ്ടും ഭൂമിയിലേക്ക് അല്ലേ. ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. പുണ്യത്തിനനുസരിച്ച് സ്വർഗവും പാപത്തിനനുസരിച്ച് നരകവും അനുഭവിച്ച ജീവൻ വീണ്ടും തിരിച്ചു വരും. അപ്പോൾ വല്ല മോഹവും ബാക്കി വെച്ചാൽ ഈ മോഹത്തിന് വേണ്ടിയിട്ടാണ് ജീവൻ എന്ത് ചെയ്യുക? സുരേഷ് ഗോപി പറയണ പോലെ ദേ പോയി ദാ വന്നു എന്ന് പറയണില്ലേ, അതുപോലെ നമ്മുടെ ജീവൻ പോയി ഇങ്ങോട്ട് വരും. അപ്പോൾ മോഹങ്ങളെല്ലാം ക്ഷയിക്കണം. മോഹം ക്ഷയിച്ച അവസ്ഥയാണ് എന്ത് വിളിക്കുക? മോഹക്ഷയം. ഇതാണ് മോക്ഷം അല്ലേ. അപ്പം മോക്ഷം എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അഴിച്ചുവിടലാണ്. അഴിച്ചുവിടണമെങ്കിൽ മോഹത്തിൻ്റെ കയറ് ഉണ്ടാവാൻ പാടില്ല. അല്ലേ അങ്ങനല്ലേ? ആശയാകുന്ന പാശമതിങ്കെന്നു വേർപിടാതെ കിടക്കുന്നു ജീവനും അല്ലേ. ആഗ്രഹങ്ങളാകുന്ന പാശം എന്ന് വെച്ചാൽ കയറ്. ആ കയറഴിച്ചാലാണ് ജീവന് മോക്ഷം കിട്ടുക. മോഹക്ഷയമാണ് മോക്ഷം. അല്ലാണ്ട് ചത്തിട്ട് കിട്ടുന്ന ഒരു സാധനം എന്ന് വിചാരിക്കണ്ട. അങ്ങനെ മരിക്കലാണ് മോക്ഷം എന്നുണ്ടെങ്കിൽ പിന്നെ ശബരിമലയ്ക്ക് ഒരു കുട്ടിയും പോലും ഉണ്ടാവില്ല. എന്തേ? സ്വാമിയെ കണ്ടാൽ അപ്പം പിന്നെ ആരെങ്കിലും പോവുമോ? അപ്പം സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടുമെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, 41 ദിവസത്തെ വ്രതമെടുത്ത്
മല ചവിട്ടി 18 പടി കയറി ആ ഭഗവാന്റെ മുൻപിലെത്തി ഭഗവാനെ കാണുന്ന ഒരു നിമിഷം ഉണ്ടല്ലോ, പറയാൻ വിചാരിച്ചതും പറയാനുള്ളതും എല്ലാം മറന്നു നിൽക്കുന്ന മോഹമൊന്നുമില്ലാത്ത ഒരു നിമിഷം, അതാണ് മോക്ഷം. അതാണ് സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടിയെന്ന് പറയുന്നത്, അല്ലാണ്ട് മരിച്ചിട്ട് കിട്ടണമെന്നല്ല. അപ്പോൾ സർവവിധത്തിലും ഇവിടെ മോക്ഷം എന്നുള്ള ഭാവത്തിലേക്ക് ഈ ജീവൻ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തണമെങ്കിൽ ഈ ആശയാകുന്ന പാശം മുറിയണം. മരിക്കുമ്പോൾ ഒരു മോഹം ഉണ്ടാവരുത്. നമ്മുടെ അവസ്ഥ ഇപ്പം എന്താ? 99 വയസ്സുള്ള മുത്തശ്ശിയോട് ചോദിക്കുക, മോഹം വല്ലതുണ്ടോ? നോക്കുമ്പോൾ ഒരു 200 പേജ് നോട്ടിൽ എഴുതാനുള്ളതുണ്ട്. ഈ സാധനം കൊണ്ട് പോയാൽ ഈ ജീവൻ തിരിച്ചു വരും അല്ലേ? ഈ തത്വം അറിയണ ആൾക്കാരായിരുന്നു പണ്ട് കാലത്തെ ഡോക്ടർമാരൊക്കെ. പണ്ട് കാലത്തെ ഡോക്ടർമാർക്കൊക്കെ അറിയാം മോഹം ബാക്കി വെച്ചാൽ പോയിട്ട് വരുന്നു. അതുകൊണ്ട് പണ്ട് ഡോക്ടർമാർ നമ്മളോട് ഇങ്ങോട്ട് പറയും, എന്ത്, ഇനി വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ. പിന്നെ എന്തെങ്കിലും മോഹം ഉണ്ടെങ്കിൽ പറയാറില്ലേ, പണ്ട് കാലത്തെ ഡോക്ടർമാർ പറയാറില്ലേ, മോഹം വല്ലതുണ്ടെങ്കിൽ ഇനി ഷുഗറൊന്നും നോക്കണ്ട, പായസം നല്ലോണം കൊടുത്തോളൂ. എന്താ അറിയോ, ഇത് പായസം കുടിക്കാണ്ട് പോയാൽ പോയിട്ട് ആദ്യം പായസം കുടിക്കാൻ വരും. അതാ കുഴപ്പം. അപ്പോൾ വല്ല മോഹവും ബാക്കി വെച്ച് നമ്മൾ പോയാൽ ആ മോഹത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അടുത്ത ജന്മം വേണ്ടി വരിക. അത് ചിലപ്പോൾ ഇതേ രൂപമാവണമെന്നൊന്നുമില്ല. ഇപ്പോൾ എന്താ ഇവിടെ പറയാ, ഈ മരക്കിഴങ്ങിന് ഞങ്ങളുടെ നാട്ടിൽ കപ്പ എന്നൊക്കെ പറയും, മനസ്സിലായില്ലേ? ചീനി. വയസ്സാം കാലത്ത് ഈ കിഴങ്ങ് കഴിക്കണം എന്ന് വെച്ച് ചത്തു എന്ന് വിചാരിക്കൂ. അടുത്ത ജന്മത്തിൽ മനുഷ്യനാവണോ? നല്ല പെരിച്ചാഴിയായാൽ കിഴങ്ങ് കഴിക്കാം. അപ്പോൾ മരിക്കണ സമയത്ത് എന്ത് മോഹമാണോ അതിനാണ് പോയിട്ട് വരിക. അപ്പോൾ നമ്മുടെ ഈ പറമ്പിലൊക്കെയുള്ള ആൾക്കാർ ഇതുപോലെ പണ്ടത്തെ നമ്മുടെ ബന്ധുക്കളൊക്കെ ആവും, ചിലപ്പോൾ കിഴങ്ങ് കഴിക്കാൻ വന്നവരൊക്കെ ആവും, നമുക്കറിയില്ലല്ലോ അല്ലേ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിലൊക്കെ എത്ര ആൾക്കാർ താമസമുണ്ട്? നിങ്ങളുടെ വീട്ടിൽ എത്ര ആൾക്കാർ താമസമുണ്ട്? ഇനി അതും ഞാൻ പറഞ്ഞു തരണോ? 3 അല്ലെങ്കിൽ 4 അല്ലേ? പക്ഷെ ഞാൻ പറയണു, ചുരുങ്ങിയത് ഒരു 600-700 ആളെങ്കിലും നമ്മുടെ വീട്ടിൽ താമസം ഉണ്ടാവും അല്ലേ? ഒരു 10-20 പാറ്റ, ഒരു 4 പല്ലി, കുറേ ഉറുമ്പുകൾ, കൊതുകുകൾ, പുഴുക്കൾ, എലികൾ. ആലോചിച്ച് നോക്കൂ, ഇവരൊക്കെ നമ്മളോട് അനുവാദം ചോദിച്ചിട്ടാണോ വന്നത് താമസിക്കാൻ? നമ്മൾ ബാങ്കിൽ നിന്ന് ലോണും എടുത്ത് വീട് കെട്ടുക, എന്നിട്ടോ ഈ പാറ്റയും പൂച്ചയൊക്കെ വന്ന് നമ്മുടെ വീട്ടിൽ താമസിക്കുക. അപ്പം നമ്മൾ ആലോചിക്കുക, ഇവരൊക്കെ ആരായിരിക്കും? ഇതുപോലെ നമ്മുടെ വലിയ മുത്തശ്ശനോ മറ്റോ കിഴങ്ങ് കഴിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് വെച്ച് ചത്തു, എലിയായി. അപ്പം മുത്തശ്ശൻ ആലോചിച്ചു, ഞാൻ എവിടെയാണ് താമസിക്കുക? അപ്പോഴാണ് പേരക്കുട്ടി പുതിയൊരു വീടെടുത്തിട്ടുണ്ട്, എന്നാൽ പേരക്കുട്ടിയുടെ ഒപ്പം താമസിക്കാമെന്ന് വെച്ചിട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. നമുക്കിത് മനസ്സിലാവണ്ടേ? മുത്തശ്ശനായിരിക്കും. എവിടെയോ ഒരു സ്ഥലത്ത് ഞാൻ പ്രഭാഷണത്തിൽ ഇത് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, നിങ്ങളിത് പറഞ്ഞത് കുഴപ്പമായി. എന്തേ? ഇപ്പം എലിയെ കണ്ടിട്ട് അടിക്കാന്ന് വിചാരിക്കുമ്പോൾ ഒരു സംശയം, എന്ത്, ഇതിപ്പോൾ ഏത് മുത്തശ്ശനാണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇങ്ങനെയാണ് ജീവൻ്റെ യാത്ര. ഇവിടെ ഭരതൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഈ മാനിനെ ചിന്തിച്ച് മരിച്ചപ്പോൾ ഭരതൻ മാനായി ജനിച്ചു. പക്ഷേ മനുഷ്യജന്മത്തിൽ ഈശ്വരനെ വേണ്ടതുപോലെ നമ്മൾ സ്മരിച്ചാൽ ഏത് ജീവിയായി കഴിഞ്ഞാലും ഈ ഒരു സംസ്കാരം, ഈ ഒരു ചെറിയ സ്മരണ ആ ജീവിക്കുണ്ടാവുന്ന. ഇപ്പം നമ്മൾ വാട്സപ്പിലൊക്കെ കാണുന്നില്ലേ, ശിവൻ്റെ അമ്പലത്തിൽ ദിവസവും വന്ന് പ്രദക്ഷിണം വയ്ക്കണ കാള, ഹനുമാൻ്റെ അല്ലേ അമ്പലത്തിൽ ദിവസവും വന്ന് മണിയടിക്കണ കുരങ്ങൻ, വൃന്ദാവനത്തിൽ യമുനാ നദി നീന്തി എല്ലാ ദിവസവും വൃന്ദാവനത്തിൽ പോയി വരുന്ന പശുവൊക്കെ ഉണ്ട്. ഇനി അതൊന്നും വേണ്ട, നമുക്കിപ്പോൾ നമ്മുടെ ഗുരുവായൂർ ഒരു കഥയെടുത്താൽ മതി. എത്ര ആനകൾ ഈ ലോകത്തുണ്ട്, ഗുരുവായൂരപ്പന് എത്ര ആനകളുണ്ട്. പക്ഷേ
ഗുരുവായൂർ കേശവൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തോ ഒരു പ്രത്യേകത ആനയ്ക്കില്ലേ? അപ്പം എന്താ, ചില ജീവികൾക്ക് ഈ പറഞ്ഞ ഈശ്വരീയമായ ഒരു ഭാവം വരാൻ കാരണം എന്താ വെച്ചാൽ ഈ പൂർവ്വ സംസ്കാരം കൊണ്ട്. അപ്പോൾ മനുഷ്യന് മാത്രമേ ഭഗവാനെ അറിഞ്ഞുകൊണ്ട് സേവിക്കാൻ പറ്റൂ, വേറെ ആർക്കും പറ്റില്ല അല്ലേ? വേറെ ആരെങ്കിലും വേണമെന്ന് വെച്ചാൽ തന്നെ നമ്മൾ സമ്മതിക്കൂല്ല അല്ലേ? ഇപ്പോൾ ഒരു നായ കുറച്ച് ഭാഗവതം കേൾക്കാമെന്ന് വെച്ച് ഇങ്ങോട്ട് വന്നാൽ വരൂ 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 ഇരിക്കൂ എന്ന് പറയുമോ? നമ്മൾ സമ്മതിക്കുമോ? നമ്മൾ ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയലും കല്ല് പറക്കി എറിയലും കഴിയും. ഒരു പൂച്ച കുറച്ച് ഭാഗവതം കേൾക്കാന്ന് വെച്ചാൽ സമ്മതിക്കില്ല. ഇനിയിപ്പോൾ ഒരു പൂച്ച ഇവിടെ വന്ന് കിടന്നാൽ തന്നെ അതിനിപ്പോൾ ഇവിടെ സപ്താഹമാണെന്നും ഇത് ഭരതൻ്റെ കഥയാണെന്നൊന്നും അറിയണമെന്നില്ല. എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല. ഇവിടെ സപ്താഹയജ്ഞം നടക്കുന്നു എന്നും ഇത് ഭഗവാന്റെ കഥയാണ് എന്നും ഇത് കേൾക്കാനാണ് നമുക്ക് മനുഷ്യജന്മം എന്നും തിരിച്ചറിയാനുള്ള കഴിവാർക്കേ ഉള്ളൂ? മനുഷ്യന് മാത്രമേ ഉള്ളൂ. അപ്പം ഈ സമയത്ത് നമ്മൾ ചെയ്യുന്ന ഈശ്വരോപാസനകളുടെ ഫലം അത് നശിക്കില്ല. ഇനി ഏത് ജീവിയായാലും ഏത് വേഷത്തിലേക്ക് നമ്മൾ മാറിയാലും ഈ ഭഗവത് സ്മരണ നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന. ഇവിടെ മാനായി ജനിച്ചപ്പോഴും ഭക്തി ഉണ്ടായിരുന്നു. അപ്പൊ ഭക്തിയുള്ള മാനാരാണ്? ഭക്തിയുള്ള മാനാണാര്? ഭക്തിമാൻ. അപ്പോ ഭക്തിമാനായിട്ട് ആ ഭരതൻ അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞു. ഒടുവിൽ നദിയിലേക്ക് പ്രാർത്ഥനയോടെ ആ ശരീരം ഉപേക്ഷിച്ചു. എന്താ പ്രാർത്ഥിച്ചത് എന്നറിയോ? ഭഗവാനെ, ഇനി ഒരു മനുഷ്യജന്മം അങ്ങനെക്ക് തരികയാണെങ്കിൽ ആ ജന്മം ഞാൻ വെറുതെ കളയില്ല. അങ്ങനെ പ്രാർത്ഥിച്ച് തൻ്റെ ശരീരത്തെ ഭരതൻ ആ നദിയിലേക്ക് ഉപേക്ഷിച്ചു. വീണ്ടും ഭഗവാൻ ഭരതന് ഒരു മനുഷ്യജന്മം കൊടുക്കുകയാണ് അല്ലേ? മനുഷ്യജന്മം എന്ന് പറഞ്ഞാൽ 18ാമത്തെ പടിയ. എന്താ 18ാം പടിയുടെ പ്രത്യേകത? 18ാം പടി എന്ന് കേട്ടിട്ടില്ലേ? അത് സമാധാനം. എന്താ 18ാം പടിയുടെ പ്രത്യേകത? ഒരു പടി മുകളിലേക്ക് കയറിയാൽ ഭഗവാനെ കാണാം. എന്നാൽ അതുമാത്രമല്ല, ഒന്ന് കാല് തെറ്റിയാൽ പിന്നെ അടുത്ത കാലത്തൊന്നും പടി കയറലുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഉയരം കൂടും തോറും ചായക്ക് ടേസ്റ്റ് കൂടും. അത് മോഹൻലാൽ പറയണ പരസ്യം. ഉയരം കൂടും തോറും വീഴാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് സപ്താഹയജ്ഞത്തിന് താഴെ ഇരിക്കണം എന്ന് പറയുന്നത് അല്ലേ? സപ്താഹത്തിന് എല്ലാവരും താഴത്തിരിക്കാൻ പറയണത് എന്തുകൊണ്ടാ വെച്ചാൽ ഉറങ്ങിയാലും വീഴില്ല. കസേരമേലിരുന്ന് ഉറങ്ങണ ആൾക്കാർ ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് ഈ പിടിയില്ലാത്ത കസേര. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഉയരം കൂടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം വീഴുമോ എന്നുള്ള കാര്യം. മനുഷ്യജന്മം എന്ന് പറഞ്ഞാൽ 80-84 ലക്ഷം യോനികളിൽ ഈച്ച പൂച്ച പാറ്റ പന്നിയായിട്ട് ഉയർന്നു നിൽക്കുന്ന ജന്മമാണ്. ശരിക്കും നമ്മൾ ഭഗവാന്റെ അടുത്തെത്തി. ഒരു ഭക്തൻ പറയണത് കേട്ടിട്ടുണ്ട് ഞാൻ, മനുഷ്യനും ഈശ്വരനും തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ എന്നാ. എന്താ അറിയോ? മനുഷ്യൻ്റെ കയറെല്ലാം അഴിച്ചാൽ ഈശ്വരനായി, ഈശ്വരനെ കയറുകൊണ്ട് കെട്ടിയാൽ മനുഷ്യനായി. ഏതാ കയറ്? പ്രാരബ്ധം, കർമ്മപാശം. നമ്മളുടെ എല്ലാ കർമ്മപാശങ്ങളും ഇല്ലാണ്ടായാൽ നമ്മൾ ഈശ്വരനിലേക്ക് എത്തി, ഈശ്വരനായി. ഇവിടെ മനുഷ്യജന്മം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഉത്കൃഷ്ടമായ ജന്മമാണ്. ആ ഒരു ജന്മം ഭഗവാൻ വീണ്ടും തന്നപ്പോൾ ഭരതൻ ഒരു കാര്യം തീരുമാനിച്ചു. സംസാരിക്കാത്ത ഒരു മാൻകുട്ടിയെ സ്നേഹിച്ചിട്ട് തനിക്ക് ഇത്ര പ്രാരബ്ധമുണ്ടായെങ്കിൽ സംസാരിക്കുന്ന മനുഷ്യന്മാരുടെ ഇടയിൽ ഇനി ഒരാളോടും സംസാരിക്കില്ല എന്നുറപ്പിച്ചു. കാരണം ഇന്നലെ നമ്മൾ കപിലോപദേശം പറയുമ്പോൾ പറഞ്ഞു, നമുക്ക് ദുഃഖം വരാൻ കാരണം ബന്ധമാണ്. ബന്ധമുള്ള വസ്തുവിൽ നിന്നാണ് നമ്മളെ ദുഃഖം പിടിക്കുക അല്ലേ? ഇപ്പോൾ പേപ്പറിൽ 14ാമത്തെ പേജ്, എന്ത് 14ാമത്തെ പേജ്? ചരമകോളം. എല്ലാ ദിവസവും നിറച്ചു ആൾക്കാർ മരിച്ച എല്ലാ ദിവസവും നമുക്ക് സങ്കടം വരുമോ? നമുക്ക് എപ്പോഴാണ് സങ്കടം വരിക? ബന്ധമുള്ള ഒരാൾ അതിൽ കാണുമ്പോഴല്ലേ. അപ്പോൾ ബന്ധമുള്ള
വസ്തുവിൽ നിന്നാണ് നമുക്ക് ദുഃഖം വരുന്നത് എന്നുണ്ടെങ്കിൽ ഈ ലോകത്ത് നമുക്ക് ഏറ്റവും അധികം ബന്ധുക്കളെ ഉണ്ടാക്കിത്തരുന്ന ഇന്ദ്രിയമേതാ? കണ്ടിട്ടാണോ ബന്ധം? തൊട്ടിട്ടാണോ ബന്ധം? മണത്തിട്ടാണോ ബന്ധം? സംസാരിച്ചിട്ടാണോ ബന്ധം? കേട്ടിട്ടാണോ ബന്ധം? ഏറ്റവും അധികം ബന്ധം നമുക്കുണ്ടാവുക സംസാരിച്ചാലാണ്. ഒരു പരിചയമില്ലാത്ത ആളോട് 10 മിനിറ്റ് സംസാരിച്ചാൽ അവസാനം നമ്മൾ പറഞ്ഞു വരുമ്പോൾ നമ്മൾ ബന്ധുക്കളാട്ടോ. എത്ര പെട്ടെന്ന് ബന്ധുക്കളാവുന്നറിയോ? അപ്പൊ സംസാരിച്ച് തുടങ്ങിയോ ബന്ധം വരും അല്ലേ? ഈ ബസ് സ്റ്റോപ്പിലൊക്കെ ഒരു പരിചയമില്ലാണ്ടിരിക്കുന്ന ആളാവും. എത്ര സമയമായി? സമയം ചോദിച്ചതാ 11:45. അപ്പം അടുത്ത ചോദ്യം ചോദിക്കും, നിങ്ങൾക്ക് ഏത് ബസ്സിനാ പോകേണ്ടത്? ഇന്ന ബസ്സിന്. അവിടെ എവിടെയാ വീട്? ഇന്ന സ്ഥലത്ത്. അവിടെ ഇന്നാളെ അറിയോ? ഞങ്ങളുടെ നാട്ടിൽ നിന്നൊരു പോലീസുകാരൻ കല്യാണം കഴിച്ചിട്ടുണ്ടല്ലോ. ഇങ്ങനെയൊക്കെ നാവ് കുറേ ചോദ്യം ചോദിച്ച് അവസാനം പറയും. പറഞ്ഞു വരുമ്പോൾ നമ്മൾ ബന്ധുക്കളാട്ടോ. ഫോൺ നമ്പർ അങ്ങോട്ട് കൊടുത്തു, ഫോൺ നമ്പർ ഇങ്ങോട്ടും വാങ്ങി. അപ്പോൾ സംസാരിച്ചു തുടങ്ങിയോ നമുക്ക് ബന്ധം വരും. ഇപ്പോൾ ഈ ദൂരത്തൊക്കെ ട്രെയിനിൽ പോകുമ്പോൾ ഇപ്പം ഡൽഹിയിലേക്കൊക്കെ ട്രെയിനിന് പോകണമെങ്കിൽ 2-3 ദിവസം വേണം. അപ്പം ഇവിടുന്ന് കയറുമ്പോൾ ഒരു പരിചയമില്ലാത്ത ആളാവും ചുറ്റും. പക്ഷേ അവിടെ ഇറങ്ങുമ്പോഴേക്കുണ്ടല്ലോ കരയ. എന്തൊരു സ്നേഹം അറിയോ? കെട്ടിപ്പിടിക്കണു, കരയുന്നു. ചില വല്ലാണ്ട് സ്നേഹമാവും, കുടുംബം പോലെയൊക്കെ ആവും. ചിലപ്പോൾ 2 ദിവസമൊക്കെ ട്രെയിനിൽ ഇയാളുടെ ഭക്ഷണം അങ്ങോട്ട് കൊടുത്തു, അയാളുടെ കുട്ടി ഇയാളെടുത്തു, ഇയാളുടെ ബിസ്ക്കറ്റ് അങ്ങോട്ട് കൊടുത്തു. അങ്ങനെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കുറച്ച് സമയം ഈ നാവിനെ ഒന്ന് അഴിച്ചു വിട്ടാൽ നാവ് ഇവരെയൊക്കെ ബന്ധുക്കളാക്കും. അവസാനം ഇറങ്ങുമ്പോൾ സങ്കടം അല്ലേ? അവരിറങ്ങുമ്പോൾ സങ്കടം. എന്നിട്ടോ വങ്കടത്തിന് കരച്ചൽ, കെട്ടിപ്പിടിച്ച് കരയുക. സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് വണ്ടി പോയിട്ടും ഇയാൾ കരച്ചിൽ നിർത്തണില്ല. അത്ര സങ്കടം. നോക്കണേ, ഇന്നലെ കയറുമ്പോൾ ഒരു പരിചയമില്ലാത്ത ആളായിരുന്നു. പക്ഷേ 2 ദിവസം സംസാരിക്കുമ്പോഴേക്കും ഇപ്പം സങ്കടം സഹിക്കാൻ പറ്റണേ. അത്ര ബന്ധം. നാവിൻ്റെ ഒരു കുഴപ്പതാ. അപ്പോൾ ഒരാൾ ഒരു സ്ഥലത്ത് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ വണ്ടി വിട്ടിട്ടും ഇയാൾ കരച്ചിൽ നിർത്തണില്ല. സാധനം പോലീസുകാരൻ വന്നിട്ട് ചോദിച്ചു, അവർ പോയിക്കോട്ടെ, നിങ്ങൾ എന്തിനാ കരയണത്? അപ്പോഴാണ് ഇയാൾ പറയണതല്ല, ഇറങ്ങേണ്ടത് അവരായിരുന്നു, ടെൻഷനിൽ മാറിപ്പോയതാ. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മൾ സംസാരിച്ചുവോ നമുക്ക് ബന്ധം വരും. അതുകൊണ്ടാണ് മൗനം വിദ്വാന് ഭൂഷണം എന്ന് പറയുന്നത്. മൗനം എന്ന് വെച്ചാൽ മിണ്ടാണ്ടിരിക്കുക എന്നല്ല അർത്ഥം. പിന്നെയോ ആവശ്യമുള്ളതാണെങ്കിൽ ആവശ്യത്തിന് മാത്രം ആവശ്യമുള്ള സ്ഥലത്ത് സംസാരിക്കുക. ഇതാണ് മൗനം. ചില ആൾക്കാരുണ്ട്, ഒരു വാക്ക് പറയാനുള്ളതിനിങ്ങനെ നീട്ടി പറയുന്ന ആൾക്കാരില്ലേ? നീ എവിടെ പോയിട്ട് അയാളെ കണ്ടുവോ എന്ന് ചോദിച്ചാൽ 2 ഉത്തരേ നമുക്ക് കേൾക്കണ്ടു. കണ്ടു, കണ്ടില്ല. പക്ഷേ ഇയാളുണ്ടല്ലോ, അവിടെ പോയിട്ട് അയാളെ കണ്ടു എന്ന് ചോദിച്ചാൽ, ഞാനിവിടുന്ന് പുറപ്പെട്ടിട്ട് 8:45 ബസ് കിട്ടിയിട്ടില്ല എനിക്ക്. എന്നിട്ടോ ഓട്ടോറിക്ഷ വിളിച്ചു പോയി, പോണ വഴിക്കൊരു പശു കുത്താൻ വന്നു. ഈ കഥയൊക്കെ പറഞ്ഞ് അവസാനമാണ് കണ്ടുവോ കണ്ടില്ലയോ എന്ന് പറയുക. അപ്പോൾ അതൊന്നും ആവശ്യമില്ല. അപ്പോൾ പറയുമ്പോൾ വാക്ക്, ഭാഗവതത്തിൽ പറയുന്ന ഒരു വാക്കുണ്ട്, സാരം സുഷ്ഠു മിതം മധു. കുറച്ച് സംസാരിക്കുക, അത് മധുരമായിട്ട് സംസാരിക്കുക, അതിൽ പറയേണ്ട ആശയം ഉൾക്കൊള്ളിക്കുക. ഇതാണ് വാക്കിന് വേണ്ട ഗുണങ്ങൾ. ഇവിടെ ഭരതൻ തീരുമാനിച്ചു ആരോടും സംസാരിക്കില്ല. ആരോടും സംസാരിക്കാണ്ട് വളർന്നപ്പോൾ ലോകം മുഴുവൻ ഭരതനെ ഭ്രാന്തൻ എന്ന് വിളിച്ചു. പക്ഷേ ഒരു പരാതിയും പരിഭവവും ഇല്ലാതെ ഭരതൻ വളർന്നു. ആ ഇടയ്ക്ക് ഭദ്രകാളി സവിധത്തിലേക്ക് ഭരതൻ നരബലിക്കായി എത്തിച്ചേർന്നു. ഭദ്രകാളി ദേവി തന്നെ വന്ന് ഭരതനെ രക്ഷിച്ചു. രഘൂഗണൻ എന്ന രാജാവിന് ഭാഗവത ധർമ്മത്തെ ഉപദേശിച്ചു.
ഭക്തി, ഗുരുനാഥനിലുള്ളതായ വിശ്വാസം, ഇതാണ് ഏറ്റവും അധികം ഒരു ജീവന് വേണ്ടത് ഭഗവാനെ സാക്ഷാത്കരിക്കാൻ. അറിവ് കൊണ്ടോ സൗന്ദര്യം കൊണ്ടോ ബുദ്ധി കൊണ്ടോ ഒന്നും ഭഗവാനെ കിട്ടില്ല. ഗുരുത്വം എന്ന ഗുണമുണ്ടാവണം എന്ന് ഉപദേശിച്ച് ആ രഘൂഗണൻ ഭരതനെ തന്നെ ഗുരുനാഥനായി കണ്ട് നമസ്കരിച്ചപ്പോൾ അനുഗ്രഹിച്ച് പ്രാരബ്ധക്കാട്ടിൽ നിന്ന് രഘൂഗണനെ രക്ഷിച്ചു ഭരതൻ എന്ന് വർണ്ണിച്ചുകൊണ്ടാണ് ഭാഗവതത്തിലെ ഭരതചരിതം അവിടെ സമർപ്പിച്ചത്.